الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه ومن اهتدى بهديه واستنى بسنته إلى يوم الدين أما بعد إن شاء الله ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അൽ ഖവാഇദ് അൽ ഖംസ് എന്നറിയപ്പെടുന്ന 5 തത്വങ്ങളാണ്. ഇതൊരു പ്രത്യേക ഇൽമാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചിലർ കേട്ടിട്ടുണ്ടാവുകയില്ല. എന്തായാലും അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന പേരിൽ ഒരു പ്രത്യേക ഇൽമുണ്ട്. ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖവാഇദ് എന്ന് പറഞ്ഞാൽ ഖാഇദ എന്നുള്ള വാക്കിന്റെ ബഹുവചനമാണ്. ഖാഇദ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തത്വം എന്നാണ് ഭാഷയിൽ അർത്ഥം. ഫിഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അമലിയായിട്ടുള്ള കാര്യങ്ങൾ, ദീനിൽ നമ്മൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ, അതിന്റെ അഹ്കാം, അതാണ് ഫിഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഖ് പഠിക്കാൻ സഹായമാകുന്ന ഖാഇദകൾ, അതാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഖ്ഹിയായ നിയമങ്ങൾ പഠിച്ചാൽ, ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വുളു, നമസ്കാരം, അതിന്റെയൊക്കെ അഹ്കാമുകൾ പലതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഈ നിയമങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ, ഹിഫ്ളിൽ സൂക്ഷിക്കാൻ, അതിനുള്ള ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന് പറയുന്നത്. അപ്പൊ 3 ദർജകളാണ് ഫിഖ് പഠനത്തിനുള്ളത്. ഒന്നാമത്തേത് നിങ്ങൾ കേട്ടിരിക്കും ഉസൂലുൽ ഫിഖ് എന്നുള്ള വാക്ക്. എന്താണ് ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞാൽ? ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞാൽ ഖുർആന്റെയും ഹദീസിന്റെയും നസ്സുകൾ, ആയത്തുകൾ, ഹദീസുകൾ. നമുക്കറിയാം, ഒരു ആയത്തിലോ ഒരു ഹദീസിലോ ഇന്ന കാര്യം ഫർളാണ്, ഇന്ന കാര്യം ഹറാമാണ് എന്ന ഒരു പ്രയോഗം സാധാരണഗതിയിൽ കാണാറില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കലാം, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇന്ന കാര്യം ഫർളാണ്. ഇപ്പൊ നമസ്കാരം ഫർളാണ് എന്ന് പറഞ്ഞ് ഒരായത്ത് വിശുദ്ധ ഖുർആനിലില്ല. നേരെ മറിച്ച് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അതേമാതിരി വഅഖീമുസ് സ്വലാഹ് ഹാഫിളു അലസ് സ്വലവാത്ത്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണുള്ളത്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം അത് നിർബന്ധമാണ്, ഫർളാണ്, വാജിബാണ്, ഉപേക്ഷിച്ചാൽ കുറ്റകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതിന് ചില വ്യവസ്ഥകളുണ്ട്. എപ്പോഴാണ് അള്ളാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാവുക, എപ്പോഴാണ് അത് സുന്നത്താവുക? ചിലപ്പോൾ ചില കാര്യങ്ങൾ അള്ളാഹു താല കൽപ്പിക്കും, പക്ഷെ അത് വാജിബും ആവുകയില്ല, മുസ്തഹബും ആവുകയില്ല, ഹലാൽ മാത്രമായിരിക്കും. ഉദാഹരണത്തിന് ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ നിങ്ങൾ മഈശത്തിന് വേണ്ടി സഞ്ചരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അത് മുബാഹാണ്. നിർബന്ധമുണ്ടോ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത്? അല്ല. അപ്പൊ ഇങ്ങനെ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും അഹ്കാമുകൾ കണ്ടെത്തുന്നതിനാണ് എന്ത് പറയുന്നത്? അതിനുള്ള മാനദണ്ഡങ്ങൾ, അതിനുള്ള ചില വ്യവസ്ഥകളുണ്ട്. അതിനാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ കണ്ടെത്തിയ മസ്അലകൾ, അതാണ് ഫുറൂഉൽ ഫിഖ്, ഫിഖിന്റെ ശാഖാപരമായ മസ്അലകൾ. വുളുവിന്റെ ഹുക്ം ഇതാണ്, നമസ്കാരത്തിന്റെ ഹുക്ം ഇതാണ്, നമസ്കാരത്തിൽ സുജൂദിന്റെ ഹുക്ം ഇതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫുറൂഉൽ ഫിഖ് അല്ലെങ്കിൽ ഫുറൂ' അൽ ഫിഖ്ഹിയ്യ എന്ന് പറയും. ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ അഹ്കാമുകൾ, ഇങ്ങനെ മനസ്സിലാക്കിയ മസ്അലകൾ, അത് മറന്നുപോകാതെ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ. അല്ലെങ്കിൽ ഒരു മസ്അല നമുക്കറിയാം, അതുപോലെയുള്ള മറ്റൊരു മസ്അല വരുമ്പോൾ നമുക്കറിയുന്ന ഒരു മസ്അലയുമായി ഇതിനെ താരതമ്യം ചെയ്ത് അതിന്റെ വിധി കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗം, അതാണ് അൽ ഖവാഇദു അൽ ഫിഖ്ഹിയ്യ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന, ഒട്ടുമിക്ക മുസ്ലിമുകൾക്ക് അറിയുന്ന ഒരു ഖാഇദ ഫിഖ്ഹിയ്യ ഉണ്ട്. ഖവാഇദുൽ ഫിഖ്ഹിയ്യയിൽപ്പെട്ട ഒരു ഖാഇദ എന്താണ്? അദ്ദറൂറത്തു തുബീഹുൽ മഹ്ദൂറാത്ത്. ദറൂറത്തില് ഹറാം നമുക്ക് ചെയ്യാം. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല, ഒരു വിധം ഇൽമുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ. അതൊരു ഖാഇദ ഫിഖ്ഹിയ്യാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് ഫിഖ്ഹിയായ മസ്അലകൾ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ദാഹിച്ച് വലഞ്ഞ് മരിക്കാൻ പോകുന്ന ഒരാൾക്ക് നജസായ വെള്ളം വേണമെങ്കിൽ കുടിച്ചിട്ട് ജീവൻ നിലനിർത്താം, അത് നിർബന്ധാവസ്ഥയാണ്. അതുപോലെ പട്ടിണിയായി മരിക്കാൻ പോകുന്ന ഒരാൾക്ക് അറുക്കാത്ത മൃഗം, ചത്തുപോയ ഒരു ജീവി
മയ്യിത്ത്, അത് കഴിക്കാം ജീവൻ നിലനിർത്താൻ വേണ്ടി, നിർബന്ധാവസ്ഥയാണ്. ഇങ്ങനെ വേണമെങ്കിൽ നിരവധി മസലകൾ നമുക്ക് ഈ ഒരു ഖാഇദയിൽ സൂക്ഷിക്കാൻ പറ്റും, അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഇതാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ. ഇപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. ഉസൂൽ ഫിഖ്, അതിനുശേഷം അൽ ഫുറൂഉൽ ഫിഖ്ഹിയ്യ, പിന്നെ അൽ ഖവാഇദു അൽ ഫിഖ്ഹിയ്യ. ഇപ്പൊ ഖവാഇദുൽ ഫിഖ്ഹിയ്യ പഠിച്ചാൽ ഇതുപോലെ നമുക്ക് ഒരുപാട് മസലകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതുപോലെ നമ്മൾ പഠിച്ച മസലകൾ മറന്നുപോകാതെ സൂക്ഷിക്കാനും സാധിക്കും. അപ്പോ ഒരുപാട് ഖാഇദകളുണ്ട് ഫിഖ്ഹിൽ. ഇപ്പൊ ഈ ലറൂറത്തിൽ ഹറാമുകൾ അനുവദിക്കപ്പെടും എന്നത് ഒരു ഉദാഹരണം മാത്രം. അതുപോലെ നിരവധി ഖവാഇദ് ഈ വിഷയത്തിലുണ്ട്, നിരവധി തത്വങ്ങളുണ്ട്. അതിൽ ചിലതിൽ ഇത്തിഫാഖ് ഉണ്ടാകും. ഇപ്പൊ ഈ ലറൂറത്തിൽ ഹറാമ് ചെയ്യാം എന്നുള്ളത് മുത്തഫഖുൻ അലൈഹിയാണ്, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ചില ഖാഇദകളിൽ ഇഖ്തിലാഫ് ഉണ്ടാകും, ചിലത് ചില മദ്ഹബുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള ഖാഇദകളെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാ മദ്ഹബുകളും ഇത്തിഫാഖായിട്ടുള്ള, എല്ലാ ഫുഖഹാക്കളും ഏകോപിച്ചിട്ടുള്ള 5 ഖാഇദകളുണ്ട്. 5 മാത്രമല്ല, വേറെയും ഖാഇദകളുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട, ആർക്കും തർക്കമില്ലാത്ത 5 ഖാഇദകളുണ്ട്. അതിലൊരുപാട് മസലകൾ ഉൾക്കൊള്ളുന്നുണ്ട് ഓരോന്നിലും. ഈ 5 ഖാഇദകൾക്കാണ് അൽ ഖവാഇദ് അൽ ഫിഖ്ഹിയ്യ അൽ ഖംസ് അൽ കുബ്ര, അല്ലെങ്കിൽ അൽ ഖവാഇദ് അൽ ഫിഖ്ഹിയ്യ അൽ ഖംസ് അൽ കുല്ലിയ്യ എന്നറിയപ്പെടുന്നത്. ഈ 5 ഖാഇദകളാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഖവാഇദുൽ ഫിഖ്ഹിയ്യയെ കുറിച്ച് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് പറയാവുന്ന ഒരു സംഭവമുണ്ട്, ഒരു കഥ. കഥയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, അൽ അഷ്ബാഹു വൻ നളായിർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഈ വിഷയം ഖവാഇദ് ഫിഖ്ഹിയ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ആ വിഷയത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഗ്രന്ഥമാണ് അൽ അഷ്ബാഹു വൻ നളായിർ. എന്താണ് വാക്കിന്റെ അർത്ഥം? പരസ്പര സാദൃശ്യമുള്ള മസലകൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. അൽ അഷ്ബാഹ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ളത്, സാദൃശ്യമുള്ളത്. നളായിർ എന്ന് പറഞ്ഞാലും ഒരുപോലെയുള്ളത് തന്നെ. ഇപ്പൊ സുയൂത്തി റഹിമഹുല്ലാഹ് ഇതിൽ പറയുന്ന ഒരു കഥയുണ്ട്. 2 ഉലമാക്കളുണ്ടായിരിക്കും. അതില് അബൂ സഈദ് അൽ ഹറവി എന്ന് പറയുന്ന ഒരു ആലിം, അതുപോലെ അബൂ ത്വാഹിർ അദ്ദുബ്ബാസ് റഹിമഹുല്ലാഹ്. ഈ അബൂ സഈദ് അൽ ഹറവി അദ്ദേഹം രണ്ടാമത്തെ ഈ ആലിമിനെ കുറിച്ച്, അബൂ ത്വാഹിറിനെ കുറിച്ച് കേൾക്കും. ഈ അബൂ ത്വാഹിർ അദ്ദുബ്ബാസ് എന്ന് പറയുന്നത് ഒരു ഹനഫി ഫഖീഹാണ്. അദ്ദേഹം ഹനഫി മദ്ഹബിന്റെ ഫിഖ്, അഥവാ ഫിഖ്ഹിന്റെ എല്ലാ അധ്യായങ്ങളും, ത്വഹാറത്ത് മുതൽ അതുപോലെ നിക്കാഹും ത്വലാഖും മുആമലാത്തും, ഇങ്ങനെ എന്തൊക്കെ ഇസ്ലാമിലെ ഫിഖ്ഹിൽ വിഷയങ്ങളുണ്ടോ അതൊക്കെ 17 ഖാഇദകളിൽ ഇദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. 17 ഖാഇദകൾ പഠിച്ചാൽ എല്ലാ മസലകളും ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ 17 ഖാഇദകൾ ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നാട്ടിൽ അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ അബൂ സഈദ് അൽ ഹറവി റഹിമഹുല്ലാഹ് ഇദ്ദേഹത്തെ അന്വേഷിച്ചു പോയി. അങ്ങനെ ഈ അബൂ ത്വാഹിർ അദ്ദുബ്ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഈ 17 ഖാഇദകൾ ആർക്കും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നില്ല. ഫത്വ കൊടുക്കും, പക്ഷേ ഈ ഖാഇദകൾ ആർക്കും പറഞ്ഞു കൊടുക്കൂല അദ്ദേഹം. അങ്ങനെ എല്ലാ ദിവസവും ഇശാ കഴിഞ്ഞിട്ട് ഇദ്ദേഹം പള്ളിയിലിരുന്ന് ഈ 17 ഖാഇദകൾ ഇങ്ങനെ പറയും, ഒച്ചത്തിൽ പറയും. ഓർമ്മ പുതുക്കാനായിരിക്കാം, ഹിഫ്ള് നിലനിർത്താനായിരിക്കാം. ഇതറിഞ്ഞപ്പോ നമ്മുടെ അബൂ സഈദ് അൽ ഹറവി റഹിമഹുല്ലാഹ് അദ്ദേഹം പള്ളിയിൽ പോയി ഇരുന്നു. ഈ അബൂ ത്വാഹിർ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന് കാഴ്ചയില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇശാ കഴിഞ്ഞ് പള്ളി പൂട്ടിയ സമയത്ത് പുറത്തു പോവാതെ പള്ളിയിൽ തന്നെ ഒരു മൂലക്കിലിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഇശാ നമസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് പോയപ്പോ പറയാൻ തുടങ്ങി ഈ ഖാഇദകൾ. അങ്ങനെ 17 7 ഖാഇദകൾ എത്തിയപ്പോ അറിയാതെ അവിടെ ഒളിച്ചിരിക്കുന്ന ഈ അബൂ സഈദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനുള്ളിൽ നിന്നൊരു ശബ്ദം ചുമച്ചു അദ്ദേഹം. അങ്ങനെ അത് കേട്ടപ്പോൾ മറ്റേ അദ്ദേഹത്തെ അടിച്ച് പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത്. ആ കിട്ടിയ 7 എണ്ണം ഇദ്ദേഹം പുറത്തു വിടുകയും അതിൽ നിന്നാണ് പിന്നെ ഈ 5 ഖാഇദകൾ പിന്നീടുള്ള ഉലമാക്കൾ എഴുതി വെച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ഈ 5 ഖാഇദകൾ അതിൽ ഇഖ്തിലാഫില്ല, ഇത്തിഫാഖുള്ളതാണ്. ഇനി ഒന്നാമത്തെ ഖാഇദ അൽ ഉമൂറു ബിമഖാസിദിഹ. അതിനു മുമ്പ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഈ 5 ഖാഇദകളിൽ ഓരോന്നിലും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 4 സംഗതികളാണ്. ഒന്ന്, ഓരോ ഖാഇദയും എന്താണെന്ന് പറയും. 4 വാക്കുകൾ നിങ്ങൾ പരിചയപ്പെടണം. ഒന്നാമത്തെ അൽ ഖാഇദ, ഈ തത്വം എന്താണ് എന്ന് പറയും. രണ്ടാമത്തേത് ആ ഖാഇദയുടെ ദലീൽ. ഇപ്പോ ലറൂറത്തിൽ നിർബന്ധിതാവസ്ഥയിൽ നമുക്ക് ഹറാമ് ചെയ്യാം എന്ന് പറഞ്ഞല്ലോ, അതിനെന്താ തെളിവ്? ആ തെളിവ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുള്ള ദലീൽ പറയും. മൂന്നാമത്തെ കാര്യം അത്തഫ്രീഅ്. ഞാൻ ബോർഡിൽ എഴുതണോ?
ഏതാ തഫ്രീ എന്ന് പറഞ്ഞാല് ഫർഉൻ എന്ന് പറഞ്ഞാൽ ഖാഇദയുടെ ഓപ്പോസിറ്റ് ആണ്. ഫർഉ എന്ന് പറഞ്ഞാൽ ശാഖ എന്നാണ് അർത്ഥം. ഖാഇദ എന്ന് പറഞ്ഞാൽ അടിത്തറ, തത്വം, അടിസ്ഥാന തത്വം എന്നൊക്കെയാണ് ഖാഇദ എന്നുള്ള അർത്ഥം. ഫർഉ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു മരത്തിനോട് ഉപമിച്ചാൽ മരത്തിന്റെ ശാഖകൾക്ക്, കൊമ്പുകൾക്ക് ഫർഉ എന്ന് പറയാം. അപ്പൊ ഈ ഖാഇദയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വേറെ ചില ഖാഇദകളുണ്ട്, അടിസ്ഥാനപരമല്ലാത്ത ശാഖാപരമായ ചില തത്വങ്ങളുണ്ട്. അതാണ് തഫ്രീ. അപ്പൊ ഒരു ഖാഇദയിൽ നിന്ന് തന്നെ ഒന്നിലധികം തത്വങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയും. നാലാമത്തെ കാര്യം മിസാൽ, ഈ ഓരോ ഖാഇദക്കുമുള്ള ഉദാഹരണങ്ങൾ, മസ്അലകൾ, എവിടേക്കാണ് ഇത് അപ്ലൈ ചെയ്യുക. ഇപ്പൊ ദറൂറത്തിൽ നമ്മൾ പറഞ്ഞു, ഉദാഹരണം പട്ടിണി കിടന്ന് മരിക്കുന്നവന്റെ ഉദാഹരണം, ദാഹിച്ചു മരിക്കുന്നവന്റെ ഉദാഹരണം, ഇതൊക്കെ പറഞ്ഞു. അതുപോലെയുള്ള ഉദാഹരണങ്ങൾ. ഈ 4 കാര്യങ്ങളാണ് പറയാം. ഒന്നാമത്തേത് ഖാഇദ, രണ്ടാമത്തേത് ദലീൽ, മൂന്നാമത്തേത് തഫ്രീ, അതിന്റെ ശാഖാപരമായ തത്വങ്ങൾ, നാലാമത്തേത് അൽ അംസില, ഉദാഹരണങ്ങൾ. ഈ ഖാഇദക്ക് നമ്മുടെ നിത്യജീവിതത്തിലുള്ള അല്ലെങ്കിൽ ഫിഖ്ഹിലുള്ള മസ്അലകൾ ഉദാഹരണമായിട്ട് പറയും. ഈ 4 കാര്യങ്ങളായിരിക്കും ഓരോ ഖാഇദയിലും പറയാം. അപ്പൊ ഈ 4 വാക്കുകൾ ഓരോ 5 ഖാഇദകളിൽ ഓരോന്നിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇനി ഒന്നാമത്തെ ഖാഇദ അൽ ഉമൂറു ബി മഖാസിദിഹ, അതാണ് ആ ഖാഇദയുടെ പേര്. ഒന്നാമത്തെ ഖാഇദ അൽ ഉമൂറു ബി മഖാസിദിഹ. ഓരോ വാക്കും പ്രവൃത്തിയും അതിന്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് പരിഗണിക്കുക. ഇതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നോക്കണം. ഇതാണ് അതിന്റെ അർത്ഥം. ഇനി ഇതിനുള്ള ദലീൽ എന്താണ്? ഇതിനുള്ള ദലീല് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്നുള്ള ഹദീസ്. അതുപോലെ തന്നെ ഖുർആനിൽ നിരവധി ദലീലുകളുണ്ട്. ഞാൻ എല്ലാ ദലീലുകളും പറയുന്നില്ല, 1-2 ദലീൽ മാത്രമേ ഓരോ ഖാഇദക്കും പറയുന്നുള്ളൂ. അപ്പോൾ ഹദീസ് നമ്മൾ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ അതിന്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ആ ഹദീസ് നമുക്ക് എഴുതി വെക്കാം. അതുപോലെ തന്നെ ആയത്തുകളുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിൽ ത്വലാഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുംസികൂഹുന്ന ദിറാറൻ ലിതഅതദു, ത്വലാഖ് ചെയ്തിട്ട് ഇനി ഭാര്യയെ തിരിച്ചെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യരുത്? അവരോട് ദുൽമ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ അവരെ തിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞാല് മനസ്സ് മാറിയിട്ട് തിരിച്ചെടുക്കുകയാണെങ്കിൽ മതി, അതല്ല ഉപദ്രവിക്കണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ തിരിച്ചെടുക്കരുത്. അപ്പൊ സാധാരണഗതിയിൽ ലാഹിറായി നോക്കിക്കഴിഞ്ഞാൽ, ഒരാളുടെ പ്രവൃത്തി മാത്രം നോക്കിക്കഴിഞ്ഞാൽ ത്വലാഖ് ചെയ്ത ഭാര്യയെ തിരിച്ചെടുക്കുക എന്നുള്ള എന്താണ്? ജായിസാണ്. പക്ഷെ ഉപദ്രവിക്കുക എന്നുള്ള നിയ്യത്തുണ്ടെങ്കിലോ, തിരിച്ചെടുത്തിട്ട് കുറച്ച് പ്രയാസപ്പെടുത്താം, പ്രതികാരം ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണെങ്കിലോ അത് ഹറാമാണ്, അവിടെ തിരിച്ചെടുക്കൽ പാടില്ല. അപ്പൊ എന്ത് ചെയ്തു? നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രവൃത്തിയുടെ ഹുക്മ് മാറി, അതിന്റെ വിധി മാറി. അപ്പൊ ഈ ആയത്ത് തെളിവാണ്, ഈ ഖാഇദക്ക് ഈ ആയത്തും തെളിവാണ്. അപ്പൊ ഈ 2 ദലീൽ മതി. ഒന്ന് വലാ തുംസികൂഹുന്ന ദിറാറൻ ലിതഅതദു എന്നുള്ള ആയത്ത് സൂറത്തുൽ ബഖറയിലെ 231 ആയത്ത്. അതുപോലെ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള, അതുപോലെ മിക്ക ഹദീസ് കിതാബുകളിലും കാണുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസ്. ഇനി നമുക്ക് ഇതിന്റെ തഫ്രീഉകൾ, ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ശാഖാപരമായ ചില തത്വങ്ങൾ. ഒന്നാമത്തേത് അന്നിയ്യത്തു തുമയ്യിസു ബൈനൽ ഇബാദാത്ത്. ഇതിന്റെ ദലീല് നമ്മൾ പറഞ്ഞു, വലാ തുംസികൂഹുന്ന ദിറാറൻ ലിതഅതദു. അതുപോലെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്.
ഇനി ഈ ഖാഇദയുടെ ശാഖകളായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില തത്വങ്ങൾ. ഒന്നാമത്തേത് അത്തഫ്രീഅ എന്ന് എഴുതാം. അത്തഫ്രീഅ ഇതിൽ നിന്നുള്ള ശാഖകൾ. ഒന്നാമത്തേത് അന്നിയത്തു, നിയ്യത്ത് എന്ത് ചെയ്യും? തുമയ്യിസു, അത് വേർതിരിക്കും. തുമയ്യിസു ബൈനൽ ഇബാദാത്ത്, ഇബാദത്തുകളെ വേർതിരിക്കും. ബഅ്ളിഹാ മിൻ ബഅദ്, ബഅ്ളിഹാ മിൻ ബഅദ്, ഒരു ഇബാദത്തിൽ നിന്ന് മറ്റ് ഇബാദത്തുകളെ വേർതിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോ ഒരാൾ പള്ളിയിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ, 2 റക്അത്ത് നമസ്കരിക്കാണ് ഫജ്റിന്റെ മുമ്പ്. അതെന്തൊക്കെയാവാം? അത് പള്ളിയിൽ കയറുമ്പോഴുള്ള തഹിയ്യത്താവാം, അതുപോലെ വുളു എടുത്ത 2 റക്അത്ത് സുന്നത്ത് എന്നുള്ള നിയ്യത്താവാം, ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബാകാം, ഫജ്റിന്റെ ഫർളാകാം, അങ്ങനെ എന്തുമാകാം. അപ്പൊ അയാളുടെ നിയ്യത്ത് മാത്രമാണ് ഇത് വേർതിരിക്കുന്നത്. നിയ്യത്ത് മാത്രമാണ് അവിടെ ഈ ഇബാദത്തുകൾ തമ്മിൽ വേർതിരിക്കുന്നത്. അതുപോലെ തന്നെ അന്നിയ്യത്തു തുമയ്യിസു, രണ്ടാമത്തെ ഒരു ശാഖ അതിൽ നിന്ന് കിട്ടുന്നത് അന്നിയ്യത്തു തുമയ്യിസു ബൈനൽ ഇബാദാത്തി വൽ ആദാത്ത്, ഇബാദത്തുകളെയും ആദത്തുകളെയും തമ്മിൽ വേർതിരിക്കുന്നു. ഉദാഹരണത്തിന് നമുക്കറിയാം കുളി നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഫർലായ കുളി, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്നത് മുസ്തഹബാണ്. ഒരു വിഭാഗം ഉലമാക്കൾ പറയുന്നത് മുസ്തഹബാണ്, ഫർലാണെന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ കുളിക്കുന്നത് തണുപ്പിന് വേണ്ടി, ചൂടുകാലത്ത് കുളിക്കുന്നത്, അല്ലെങ്കിൽ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി കുളിക്കുന്നത്, അത് ജായിസാണ്, മുബാഹാണ്. അപ്പൊ ഇത് തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? നിയ്യത്താണ്. ഒരാളിപ്പോ കുളി നിർബന്ധമാണ് അയാൾക്ക്, പക്ഷെ അത് മറന്നിട്ട് വെറുതെ പോയി വെള്ളത്തിൽ മുങ്ങി, ശരീരം മുഴുവൻ നനഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? അത് കുളിയായി പരിഗണിക്കുകയില്ല, കാരണം നിയ്യത്തില്ല. അപ്പൊ ഇബാദത്തിനെയും ആദത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നു നിയ്യത്ത് അടിസ്ഥാനമാക്കി. അതുപോലെ തന്നെ മറ്റൊരു തഫ്രീഅ, ഇതിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു തത്വം അൽ അഅ്മാലു ളാഹിറ തഖ്തലിഫു ബിഖ്തിലാഫി നിയ്യ. മൂന്നാമത്തെ ഖാഇദ അൽ അഅ്മാലു ളാഹിറ, ബാഹ്യമായ പ്രവൃത്തികൾ, ഒരാൾ ചെയ്യുന്ന ബാഹ്യമായ ഒരു പ്രവൃത്തി തഖ്തലിഫ്, അത് വ്യത്യാസപ്പെടും, അതിന്റെ പേര് തന്നെ മാറും, അതിന്റെ ഹുക്മൊക്കെ മാറും. ബിഖ്തിലാഫി നിയ്യ, അതിന്റെ പിന്നിലുള്ള നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ബിഖ്തിലാഫി നിയ്യ. ഉദാഹരണത്തിന് നമുക്കറിയാം ഗീബത്ത് എന്ന് പറഞ്ഞാല് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള വലിയൊരു മാസിയത്താണ്, കബീറത്താണ്. അപ്പൊ ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദിക്റുക അഹാക ബിമാ യക്റഹ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്റെ സഹോദരനായ ഒരു മുസ്ലിമിനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്ത കാര്യം പറയുക, അത് ഹറാമാണ്. പക്ഷേ നസീഹത്തിന് വേണ്ടി നമുക്ക് പറയാം, ഒരാള് വിവാഹം ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളെ ജോലിക്ക് നിർത്താൻ പോകുന്നുണ്ട്. അപ്പൊ അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയണം, വിശ്വസ്തനാണോ അല്ലയോ എന്നറിയണം. അല്ലെങ്കിൽ ഒരാള് ബിദ്അത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്, അപ്പൊ അവനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നിയ്യത്ത് നസീഹത്താണ്, അപ്പൊ അതെന്തായി? ജായിസായി. അല്ലായിരുന്നെങ്കിൽ അത് വലിയ പാപമാകുമായിരുന്നു. അപ്പൊ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായി? ലാഹിറായിട്ട് ഒരുപോലെയുള്ള അമലുകൾ തന്നെ മാറിപ്പോയി. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയിട്ടുള്ളതാണ് ഗീബത്ത്, നിരവധി ഹദീസുകൾ, ഖുർആനിൽ ആയത്തുണ്ട്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹ, അവര് നബിയോട് ഒരു ശൂറ അന്വേഷിച്ചു, ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചു. 3 ആളുകൾ ഇവരെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ ജഹം റളിയല്ലാഹു അൻഹു, അതുപോലെ ഉസാമ റളിയല്ലാഹു അൻഹു. ഈ 3 പേര് വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പേരുടെ കുറ്റം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ മുആവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസുലൂകുൻ ലാ മാല ലഹു, ഒരു പണവുമില്ലാത്ത ഒരു പരമദരിദ്രനാണ്. വ അമ്മ അബൂ ജഹം റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണെങ്കിൽ ഫലാ യവഉൽ അസാ മിൻ ആതിഖിഹി, വടി കയ്യിൽ നിന്ന് വെക്കാത്ത ആളാണ്. ഫൻകിഹി ഉസാമ, അതുകൊണ്ട് ഉസാമയുടെ വിവാഹാന്വേഷണം സ്വീകരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ സ്വന്തം സഹാബിയുടെ ദോഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. പക്ഷെ എന്താണ് അവിടെ ഉദ്ദേശം? നസീഹത്താണ്. അത്തരം സാഹചര്യത്തിൽ ആ അമലിന്റെ ഹുക്മ് മാറി. ഇത് ഈ ഖാഇദയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഖാഇദയാണ്, മറ്റൊരു തഫ്രീ ആണ്. ഇനി അഞ്ചാമത്തെ തഫ്രീ, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഖാഇദ ഉലമാക്കൾ പറയുന്നത് അൽ അഅ്മാലു സ്വരീഹ, വ്യക്തമായ പ്രവൃത്തികൾ.
അൽ അഅ്മാലു സരീഹ, അത് നിങ്ങൾ എഴുതിയാൽ മതി. അൽ അഅ്മാലു സരീഹ ലാ തഫ്തഖിറു ഇലാ നിയ്യ. അൽ അഅ്മാലു സരീഹ, വ്യക്തമായ പ്രവൃത്തികൾ. ലാ തഫ്തഖിറു ഇലാ നിയ്യ, അതിന് നിയ്യത്തിന്റെ ആവശ്യമില്ല. നാലാമത്തെ അല്ലേ പറഞ്ഞത്, വ്യക്തമായ പ്രവൃത്തികൾ. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം സുബിക്കി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമല്ലാത്ത പ്രവൃത്തികളെ കുറിച്ചാണ്. ഇപ്പൊ ഒരാള് ദീനിനെ കുറിച്ച് ചീത്ത പറഞ്ഞു, ഇസ്ലാം ഒരു പ്രാകൃത മതമാണെന്ന് പറഞ്ഞു, ഈ കാലത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ നിയ്യത്ത് എന്താണെന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? അവനത് നല്ല ഉദ്ദേശത്ത് പറഞ്ഞതാണോ ചീത്ത ഉദ്ദേശത്ത് പറഞ്ഞതാണോ, പറഞ്ഞ പോലെ ഗീബത്ത് പോലെ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ റസൂലിനെ കുറ്റം പറഞ്ഞു, നഊദുബില്ലാ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരാൾ പറഞ്ഞു വിചാരിക്കും, ഒരു മുസ്ലിമായ ഒരാൾ, അവൻ മുർത്തദ്ദാണോ അല്ലയോ എന്നറിയാൻ അവന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം വ്യക്തമായ പ്രവൃത്തികൾക്ക് നിയ്യത്തിന്റെ ആവശ്യമില്ല. ഈ നിയ്യത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇമാം സുബിക്കി റഹിമഹുല്ല ഇതിൽ ഇജ്മാ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരും. ഇതിന് വിശുദ്ധ ഖുർആനിൽ ദലീലുണ്ട്. ഇജ്മാ മാത്രമല്ല, വ്യക്തമായ ആയത്തുണ്ട്. നമുക്കറിയാം, റസൂലിനെയും അതുപോലെ മുൻഗാമികളായ സീനിയർ ആയിട്ടുള്ള ചില സഹാബത്തിനെയും മുനാഫിക്കുകൾ പരിഹസിച്ചപ്പോ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, അവർ കാഫിറായി എന്ന് പറഞ്ഞിട്ട്. ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അല്ലാഹുവിനെയും റസൂലിനെയും അല്ലാഹുവിന്റെ ദീനിനെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾ ഒരു ഉദ്റും പറയേണ്ടതില്ല. കാരണം അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ തമാശയായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ആ തമാശ എന്നുള്ള ഉദ്ദേശം നിയ്യത്ത് അവിടെ നോക്കുന്നില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാനിന് ശേഷം കുഫറിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ വ്യക്തമായ വാക്ക് പറഞ്ഞാൽ, അവർ വ്യക്തമായ വാക്ക് പറഞ്ഞിട്ടാണ് പരിഹസിച്ചത്. ഈ പണ്ഡിതന്മാരെ പോലെ ഭീരുക്കളായ ആരെയും നമ്മൾ കണ്ടിട്ടില്ല, അവരെ പോലെ കളവ് പറയുന്ന ഒരാളെയും കണ്ടിട്ടില്ല എന്ന് റസൂലിനെയും സഹാബത്തിനെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ പറഞ്ഞത്. അതോടുകൂടി എന്തായി? ആ വാക്ക് വ്യക്തമായ വാക്കായതുകൊണ്ട് അവിടെ പിന്നെ ഉദ്ദേശം നോക്കേണ്ട കാര്യമില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അസ്സാരിമുൽ മസ്ലൂൽ അലാ ശാതിമിർ റസൂൽ എന്നുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു, ലം യുകദ്ദിബുഹുമുല്ലാഹു ഫി അന്നഹും കാനു യൽഅബൂന വയഖൂലൂൻ. ഞങ്ങൾ കളിക്കുകയായിരുന്നു, തമാശ പറയുകയായിരുന്നു എന്ന് അവർ പറഞ്ഞു. ഇന്നാ കുന്നാ നഖൂലു വനൽഅബ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കളവാണ് എന്നല്ല പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമാശയായി പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാഹു തആല എന്താണ് പറഞ്ഞത്? ഖുൽ അബില്ലാഹി റസൂലിഹി വ ആയാതിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അല്ലാഹുവിന്റെ ആയത്തുകളെയും വെച്ചിട്ടാണോ തമാശയാക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതാണ് നാലാമത്തെ ഖാഇദ. ഇതിൽ ഇജ്മാ ഉണ്ട് എന്നുള്ള കാര്യം പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ്, ഇമാം ഖറാഫി ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇതിന്റെ നേരെ വിപരീതം, അൽ അഅ്മാലു അൽ മുഹ്തമില. നേരത്തെ സ്വരീഹ എന്ന് പറഞ്ഞു, വ്യക്തമായ പ്രവൃത്തികൾ. ഇനി വ്യക്തമല്ലാത്ത പ്രവൃത്തികൾക്കാണ് മുഹ്തമിൽ എന്ന് പറയുന്നത്. മുഹ്തമിലായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നല്ലതുമാകാം ചീത്തയുമാകാം. അങ്ങനെയുള്ള വാക്കുകളോ പ്രവൃത്തികളോ ഒരാൾ ചെയ്താൽ അവന്റെ ഉദ്ദേശം എന്താണ് എന്ന് നോക്കണം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഉമ്മില് ബാബു ഹുക്മുൽ മുർത്തദ് അതിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഒരാളെ മുഹ്തമിലായ ഒരു കാര്യത്തിന്റെ പേരിൽ കാഫിറാക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, നമുക്കറിയാം, അറിയപ്പെട്ടൊരു അഖീദയുടെ ഭാഗമാണ്, ആരെങ്കിലും ഒരു കാഫിറിന്റെ കുഫറിൽ സംശയിച്ചാൽ അവനും കാഫിറാണ്. ഇപ്പോ ഒരു നസ്രാനി, ആ നസ്രാനിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്ന ആള് ജോസഫ് കാഫിറാണോ മുസ്ലിമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ കാഫിറായി. അപ്പൊ ഇത് മുഹ്തമിലാണ്. കാരണം ഈ ജോസഫ് എന്നുള്ള ആള് ചിലപ്പോൾ മുസ്ലിം ആയിരിക്കാം, എന്നിട്ട് പേര് മാറ്റാത്തതായിരിക്കാം. ഒരാൾ പറയാ ജോസഫ് മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളവനെ കാഫിറാക്കുമോ? ഇല്ല. ഈ ജോസഫ് എന്ന് പറയുന്ന ആള് നസ്രാനി തന്നെയാണോ എന്ന് അന്വേഷിക്കണം. കാരണം ആ പേരുള്ള മുസ്ലിം ഉണ്ടാവാം. അങ്ങനെ. അപ്പൊ മുഹ്തമിലാണെങ്കിൽ ആ വാക്കിന് രണ്ടർത്ഥം വരാം എന്നുണ്ടെങ്കിൽ, വ്യക്തമല്ലെങ്കിൽ അവിടെ അയാളുടെ ഉദ്ദേശം എന്താണ്, ഏത് ജോസഫിനാണ് ഉദ്ദേശിച്ചത്. നാട്ടിൽ 2 ജോസഫ് ഉണ്ട്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പേര് മാറ്റിയിട്ടില്ല, രഹസ്യമായിട്ട് നടക്കുന്ന ആളാണ്. മറ്റൊരാള് വ്യക്തമായൊരു കാഫറുണ്ട്. അപ്പൊ ഇത് രണ്ടാളെയും ആവാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്സാരിമുൽ മസ്ലൂൽ അതുപോലുള്ള കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത തഫ്രീഅ, ആറാമത്തേത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഖാഇദയാണ്. അൽ മുതാബഅതു ഫിൻ നിയ്യാത്ത് അബ്ലഗു മിനൽ മുതാബഅതി ഫിൽ അമൽ അദ്ദാഹിർ.
ആറാമത്തെ ഖായിദ, ആറാമത്തെ തഫ്രീഅ്, അൽ മുതാബഅതു ഫിന്നിയാത്ത്. നിയ്യത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുതാബഅത്ത് പിന്തുടരുക എന്നുള്ളത് അബ്ലഗു കൂടുതൽ പ്രധാനമാണ്, മിനൽ മുതാബഅതി ഫിൽ അമലി ളാഹിർ. ലാഹിറായ അമലിന്റെ കാര്യത്തിൽ പിന്തുടരുന്നതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാം ലാഹിറായും ബാത്തിനായും നമ്മൾ ഇത്തിബാ ചെയ്യണം. അതിൽ ലാഹിറായ കാര്യങ്ങളിൽ ഇത്തിബാ ചെയ്യുന്നതിനേക്കാളും പ്രധാനമാണ് ബാത്തിനായ കാര്യങ്ങൾ ഇത്തിബാ ചെയ്യൽ. അതെങ്ങനെ മനസ്സിലാക്കുക? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ വസ്ത്രധാരണം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്ന വസ്ത്രം എന്തായിരുന്നു? ആ നാട്ടിലെ ആളുകൾ ധരിക്കുന്ന വസ്ത്രമായിരുന്നു. അന്നത്തെ അറബികളുടെ വസ്ത്രം എന്താണോ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്നത്. അതുപോലെ വാഹനങ്ങൾ, അന്നത്തെ അറബികൾ എന്താണോ ഉപയോഗിച്ചിരുന്നത് അതേ വാഹനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിലും അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അത്തവസ്സുൽ വൽ വസീല, അതുപോലെ മജ്മൂ ഫതാവ, ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം, ഇതിലൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്. ഈ ഉദാഹരണം, വസ്ത്രധാരണത്തിന്റെ ഉദാഹരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ സ്വീകരിച്ചിട്ടുള്ള നയം എന്താണ്? എന്താണോ തന്റെ മുമ്പിൽ കിട്ടുന്നത് അത് കഴിക്കുക, അത് ധരിക്കുക. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇപ്പൊ നമ്മൾ ഇത്തിബാ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ലാഹിറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യാം, അറബികളുടെ വസ്ത്രം നമുക്ക് ധരിക്കാം, തലപ്പാവും അതുപോലെ ഖമീസ്, അതുപോലെ തന്നെ ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ടും തോളിൽ ഇടുന്നൊരു വസ്ത്രവും, റിദാ, നമ്മൾ ഉംറക്ക് ഇടുന്ന പോലെ ഏകദേശം അതുപോലെയുള്ള വസ്ത്രം. ഈ രണ്ട് രീതിയിലുള്ള വസ്ത്രങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഇത്തിബാ ചെയ്യാം. അങ്ങനെ ഇത്തിബാ ചെയ്താൽ നമുക്ക് എന്ത് നഷ്ടപ്പെടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയ്യത്തിനെ ഇത്തിബാ ചെയ്യാൻ സാധിക്കൂല. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്ത് എന്താണ്? റസൂൽ ഇമാമ തലപ്പാവ് ധരിക്കുമ്പോൾ എന്താ നിയ്യത്ത്? നാട്ടുകാർ ധരിക്കുന്ന ഏറ്റവും മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നിയ്യത്തിൽ ഇത്തിബാ ചെയ്യാം, അല്ലെങ്കിൽ ലാഹിറായ അമലിൽ ഇത്തിബാ ചെയ്യാം. അപ്പൊ ഏതിനാണ് പ്രാധാന്യം? നിയ്യത്തിൽ ഇത്തിബാ ചെയ്യുന്നതാണ് പ്രാധാന്യം കൂടുതൽ. അപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് യോജിക്കുന്ന വസ്ത്രം, നാട്ടുകാർക്ക് യോജിക്കുന്ന പറയുമ്പോൾ നാട്ടിലെ തെമ്മാടികളല്ല, നാട്ടിലെ മാന്യന്മാരായ ദീനിയായ മുസ്ലിങ്ങളായ ആൾക്കാർ ധരിക്കുന്ന വസ്ത്രം അത് ധരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ വെള്ളിയാഴ്ച ഖുത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിലായിരുന്നു നടത്തിയിരുന്നത്. അപ്പൊ അത് നമ്മൾ ഇത്തിബാ ചെയ്താൽ ഖുത്ബക്ക് ഒരു ഉദ്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശം എന്താണ്? നിയ്യത്ത് എന്താണ്? ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുക എന്നുള്ളതാണ്. കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സൈന്യാധിപനെ പോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവത്തിൽ അവരെ ഉപദേശിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പരലോകത്തെക്കുറിച്ച് ഉപദേശിക്കുമായിരുന്നു. അപ്പൊ ആ നിയ്യത്ത് ഇത്തിബാ ചെയ്യണോ അതോ ലാഹിറായി അമലിനെ ഇത്തിബാ ചെയ്യണോ? രണ്ടും നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഏതാണ് കൂടുതൽ നല്ലതായിട്ടുള്ളത്? രണ്ടും ഒന്നിച്ച് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ രണ്ടും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? നിയ്യത്ത് ഇത്തിബാ ചെയ്യാനാണ്. അപ്പോൾ അതാത് നാട്ടിലെ ഭാഷയിൽ ഖുത്ബ നടത്തുക. ഇതുപോലെ പല ഉദാഹരണങ്ങളും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. ഒരാള് മഖബറയിലേക്ക് പോകുമ്പോൾ, ഖബർ സിയാറത്ത് നടത്തുമ്പോൾ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയില് അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എനിക്കും ഞങ്ങൾക്കും അല്ലാഹു ആഫിയത്ത് തരട്ടെ. അപ്പൊ ഒരാള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കും ആഫിയത്ത് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി അള്ളാഹുവിനോട് പറയാൻ ഞാൻ മഖബറയിലേക്ക് പോകുന്നു എന്നുള്ള നിയ്യത്തിൽ പോവാ ഖബർ സിയാറത്തിന്. അങ്ങനെ പോകാൻ പറ്റുമോ? പോകാൻ പാടില്ല. കാരണം ലാഹിറായ അമലില് ഒരുപോലെയാണ്. രണ്ടാൾ പോകുന്നു, രണ്ടാളും ഒരേ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഒരാളുടെ നിയ്യത്ത് എന്താണ്? പ്രാർത്ഥിക്കണം എന്നുള്ള നിയ്യത്താണ്. മറ്റേയാളുടെ നിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അലാ ഫസൂറുഹ ഫഇന്നഹ തുദക്കിറുക്കും അൽ ആഖിറ, ആഖിറത്തിനെ കുറിച്ച് നിങ്ങളെ ഖബർ ഓർമ്മിപ്പിക്കും, അതുകൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യുക. അപ്പൊ ഏതാണ് പിന്തുടരേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിയ്യത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയ്യത്ത്, പരലോകം ഓർക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കണം ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ. ഇതാണ് ഈ ആറാമത്തെ തഫ്രീഅ. ഇനി ഏഴാമത്തെ തഫ്രീഅ അൽ ഇറാദത്തുൽ ജാസിമ. ഇതൊക്കെ കണ്ടില്ലേ, ഒരാളുടെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട കായികകളാണ് ഇതൊക്കെ.
ഇന്നമൽ അഅ്മാൽ ബിന്നിയാത്ത് എന്നുള്ള ആ ഖായിദയിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ഇപ്പൊ പറഞ്ഞ 6. 7ാമത്തേത് അൽ ഇറാദത്തുൽ ജാസിമ, ദൃഢനിശ്ചയം. ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉറപ്പിച്ചാല് അൽ ഇറാദത്തുൽ ജാസിമ മഅ ഫിഅലിൽ മഖ്ദൂർ. അൽ ഇറാദത്തുൽ ജാസിമ മഅ ഫിഅലിൽ മഖ്ദൂർ യഹ്സുലു ബിഹി അൽ അജ്റു കാമിലൻ. നേരത്തെ വസ്ത്രധാരണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ഉലമാക്കളും, ഉദാഹരണത്തിന് ലജ്നത്തു ദായിമ, അവരൊക്കെ തലപ്പാവ് ധരിക്കാത്ത നാട്ടിൽ തലപ്പാവ് ധരിക്കുന്നത് ശുഹ്റത്താവും, ശുഹ്റത്തിന്റെ വസ്ത്രമാകും, അത് പാടില്ല എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ അടിസ്ഥാനം. ചില ഉലമാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം മാത്രം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കായികയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടതായതുകൊണ്ട് തലപ്പാവ് ധരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ട വസ്ത്രങ്ങളൊക്കെ ധരിക്കാം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം ഭൂരിപക്ഷം ഉലമാക്കളും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ കായികയോട് യോജിച്ചത്, ഇന്നമൽ അഅ്മാൽ ബിന്നിയാത്ത് എന്നുള്ളതിനോട് യോജിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിക്കുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഉദ്ദേശത്തിനാണ്. അടുത്തത് ഇതാണ് അൽ ഇറാദത്തുൽ ജാസിമ, ദൃഢനിശ്ചയം. മഅ ഫിഅലിൽ മഖ്ദൂർ, സാധ്യമായ പ്രവൃത്തിയും ഒന്നിച്ചു വന്നാൽ, ദൃഢനിശ്ചയവും കഴിയുന്നിടത്തോളമുള്ള അമലും, ഇത് രണ്ടും കൂടി വന്നാൽ യഹ്സുലു ബിഹിൽ അജ്റു കാമിലൻ, പൂർണ്ണമായും പ്രതിഫലം കിട്ടും. ഒരാൾക്ക് ഇപ്പൊ നിന്ന് നമസ്കരിക്കാൻ വയ്യ, ഇപ്പൊ ഇരുന്ന് നമസ്കരിച്ചു, അപ്പൊ കഴിയുന്നത് ഇരുന്ന് നമസ്കാരമാണ്, അത് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അയാൾക്ക് നിന്ന് നമസ്കരിച്ച് അതേ പ്രതിഫലം കിട്ടും. നേരെ മറിച്ച് ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയില്ല, അപ്പൊ അയാൾ ഇരുന്നും നമസ്കരിച്ചിട്ടില്ലെങ്കിലോ അപ്പോ കുറ്റമായിരിക്കും, നമസ്കാരം ഒഴിവാക്കിയതിനുള്ള കുറ്റമായിരിക്കും. അതുപോലെ തന്നെ ഇതിനുള്ള ദലീൽ എന്താണ് ഈ പറഞ്ഞതിന്? ഇന്നമൽ അഅ്മാൽ ബിന്നിയാത്ത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മൊത്തത്തിൽ പറഞ്ഞ 2 ദലീലുണ്ട്, ആയത്തും ഹദീസ്. അത് തന്നെ മതി ഇതിന്. പക്ഷെ ഇതിന് മാത്രമായിട്ട് ചില ദലീലുകളുണ്ട് ഖുർആനിലും ഹദീസിലും. അല്ലാഹു തആല പറയുന്നു, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ദറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. ഒരു ഉപദ്രവവുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ, ശാരീരികമായ തടസ്സങ്ങളൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും ഒരുപോലെയാവുകയില്ല, 2 കൂട്ടർക്കും ഒരേ പ്രതിഫലമായിരിക്കില്ല. സൂറത്ത് നിസായിലെ 95-ാമത്തെ ആയത്ത്. അപ്പൊ ഇത് ശ്രദ്ധിച്ചു നോക്കൂ, ഒരു തടസ്സവുമില്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകളും യുദ്ധക്കളത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദുകളും ഒരുപോലെ ആവുകയില്ല. അപ്പൊ അതിന്റെ മഫ്ഹൂം എന്താണ്? അതിന്റെ വിപരീതാർത്ഥം എന്താണ്? ഒരു തടസ്സം ഉണ്ടായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളും യുദ്ധം ചെയ്യുന്ന മുജാഹിദുകളും ഒരേ പ്രതിഫലമായിരിക്കും എന്നല്ലേ? അപ്പോ ഇവർക്കെന്തുണ്ട്? ദൃഢനിശ്ചയമുണ്ട് യുദ്ധം ചെയ്യണം എന്നുള്ളത്. കാരണം ഈ തടസ്സം കൊണ്ട് മാത്രമാണ് അവർ വീട്ടിലിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ അവർക്ക് സാധിക്കുന്നതിന്റെ പരമാവധി അവർ ചെയ്യുകയും വേണം. അതിന് ഉദാഹരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. 2 മുസ്ലിങ്ങൾ തമ്മിൽ വാളുകൊണ്ട് ഏറ്റുമുട്ടിയാൽ കൊന്നവനും മരിച്ചവനും നരകത്തിലാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഹാദൽ ഖാതിൽ, കൊന്നവന്റെ കാര്യം വ്യക്തമാണ്, മരിച്ചവന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. ഫമാ ബാലുൽ മഖ്തൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി. തന്റെ കൂട്ടുകാരനെ അഥവാ മറ്റവനെ കൊല്ലാൻ വേണ്ടി അവൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, കൊല്ലാൻ താല്പര്യമുള്ളവനായിരുന്നു. അപ്പോ നിയത്തിനനുസരിച്ചാണ് അവിടെ പ്രതിഫലം. പൂർണ്ണമായി ഒരു കൊലപാതകിയുടെ അതേ പ്രതിഫലമാണ്. അവൻ മരിച്ചു പോയിക്കുകയാണ്, പക്ഷെ എന്നിട്ടും അവന് കൊലപാതകിയുടെ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവന് അൽ ഇറാദത്തുൽ ജാസിമ, ദൃഢനിശ്ചയമുണ്ട്, മറ്റവനെ കൊല്ലണം എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. മഅ ഫിഅലിൽ മഖ്ദൂർ, കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. അത് രണ്ടും ആയി കഴിഞ്ഞാൽ പൂർണ്ണമായ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഉലമാക്കൾ ഈ മസ്അല പറയുന്ന സമയത്ത് പറയുന്ന ഒരു സംഗതിയുണ്ട്. ബുഖാരിയൊക്കെ ഉദ്ധരിച്ചുള്ള ഒരു ഹദീസ്, ഒരാള് യാത്ര പോയി കഴിഞ്ഞാൽ, ഹദീസിന്റെ ലഫ്ള് ഞാൻ വായിക്കുന്നില്ല സമയം കുറവായതുകൊണ്ട്, യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ്, അവൻ നാട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്തിരുന്ന അമലുകളുടെ ഒക്കെ പ്രതിഫലം അവന് കിട്ടും.
രോഗിയായാലോ അതുപോലെ യാത്രക്കാരനോ ആയാൽ, രോഗിയോ യാത്രക്കാരനോ ആയാൽ അവൻ രോഗമില്ലാത്ത കാലത്ത്, വീട്ടിലിരുന്ന കാലത്ത് എന്തൊക്കെ അമൽ ചെയ്തിരുന്നോ അതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനും ഈ കായിക ബാധകമാണ്. എന്താണ്? കഴിവിന്റെ പരമാവധിയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പൊ ഒരു യാത്രക്കാരനെ നമുക്കറിയാം ളുഹറിന്റെ അതുപോലെ തന്നെ മഗ്രിബിന്റെ ഇശാഇന്റെ ഒന്നും റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കേണ്ടതില്ല. ഫജ്റിന്റെ 2 റക്അത്ത് മാത്രമാണ് സുന്നത്തായിട്ടുള്ളത്. അതുപോലെ വിത്ർ. അപ്പൊ ഒരാൾ യാത്രയിൽ ഈ ഫജ്റിന്റെയും അതുപോലെ വിത്റും നമസ്കരിക്കുന്നില്ലെങ്കിലോ അവന് പ്രതിഫലം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല എല്ലാ റവാത്തിബിന്റെയും. നേരെ മറിച്ച് അവന്റെ കഴിവിന്റെ പരമാവധി അവൻ ചെയ്തു, തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫജ്റിന്റെ റവാത്തിബ് നമസ്കരിക്കുന്നുണ്ട്, വിത്ർ നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനെന്തുണ്ട്? പൂർണ്ണമായ പ്രതിഫലം, എല്ലാ സുന്നത്തിന്റെയും പ്രതിഫലം കിട്ടും. അതാണ് 7ാമത്തെ കായിക. ഇനി 8ാമത്തെ ഒരു കായിക അൽ ഹിയലു മുഹറമ. ഇതിൽ നിന്ന് കിട്ടുന്ന 8ാമത്തെ തഫ്രീഅ് അൽ ഹിയലു മുഹറമ. ഹിയൽ എന്ന് പറഞ്ഞാൽ ഹീലത്തു എന്നുള്ള വാക്കിന്റെ ജംആണ്. എന്താ ഹീലത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ മലയാളത്തിൽ തന്നെ ഉപയോഗിക്കാറുണ്ട് പഴയ ആളുകളൊക്കെ. ഹീലത്ത് എന്ന് പറഞ്ഞാൽ തന്ത്രം. തന്ത്രങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദീനിയായ നിയമത്തെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ. ഉദാഹരണത്തിന് പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ചെയ്തിരുന്നു, സക്കാത്ത് നിർബന്ധമാകുമ്പോൾ എന്ത് ചെയ്യും? കൊല്ലം തികയാനാകുമ്പോൾ സ്വത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് കൈമാറും, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വാങ്ങും. ഒരു കൊല്ലം തികഞ്ഞാലല്ലേ സക്കാത്തുള്ളൂ. അപ്പൊ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഹീലത്തുകളൊക്കെ ഹറാമാണ്. കാരണം എന്താ? ഇന്നമൽ അമൽ ബിന്നിയാത്ത്. ഈ കൈമാറ്റം എന്ന് പറയുന്ന ഇടപാട് അത് ശരിയാകണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള നിയ്യത്ത് ശരിയാകണം. അതിന്റെ പിന്നിലുള്ള നിയ്യത്ത് ശറഇന്റെ ഒരു കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണെങ്കിൽ, ആ ഉദ്ദേശമാണെങ്കിൽ ആ ഇടപാട് തന്നെ ബാത്തിലാണ്. ആ കൈമാറ്റം തന്നെ അവിടെ നടക്കൂല. ഇപ്പൊ ഒരാൾ സ്വത്ത് വെക്കുന്നത് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നുണ്ടെങ്കിൽ അത് ബാത്തിലാണ്. അതാണ് അത് ഈ കായിദയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു തഫ്രീഅാണ്, മറ്റൊരു ശാഖയാണ്. ഇനി അടുത്തൊരു കായിദ. അപ്പൊ തന്നെ 8 അല്ലേ? 9ാമത്തെ ഒരു തഫ്രീഅ് സദ്ദുദ്ദരീഅ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരു നയത്തിന് ഇതിൽ തെളിവുണ്ട്. എന്താണ് സദ്ദുദ്ദരീഅ എന്ന് പറഞ്ഞാൽ? ദരീഅ എന്ന് പറഞ്ഞാൽ വസീല എന്നാണ് അർത്ഥം, ഒരു മാർഗം. അപ്പൊ ഹറാമുകളിലേക്കുള്ള മാർഗങ്ങളെ സദ് എന്ന് പറഞ്ഞാൽ തടയാന്നർത്ഥം. ഇസ്ലാം തടഞ്ഞിട്ടുണ്ട്. ഹറാമായ ഒരു കാര്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളും ഹറാമായിരിക്കും. അപ്പൊ ചില ആൾക്കാർ പറയും അത് പിന്നെ എന്തിനാണ് അങ്ങനെ തടയുന്നത്? അത് ഹറാമല്ലല്ലോ. ഇപ്പൊ ഇഖ്തിലാത്ത് ഹറാമല്ലല്ലോ, പിന്നെ ഒരു വ്യക്തമായ നസ്സില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇഖ്തിലാത്തിൽ ഇപ്പൊ എന്താണ് തെറ്റി, നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആണും പെണ്ണും ഒരു സ്ഥലത്ത് നിന്നാൽ ഇപ്പൊ എന്താ സംഭവിക്കുക? ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഹറാമിലേക്കുള്ള മാർഗങ്ങളും തടഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹറാമിലേക്കുള്ള മാർഗങ്ങൾ തടയുന്നത്? ഹറാമുകളിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് ഹറാം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് ആളുകൾ ചെയ്യുന്നത്. ആ ഹറാം ചെയ്യാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. എല്ലാവരും അത് ചെയ്തുകൊള്ളണമെന്നില്ല, പക്ഷെ ഹറാം ചെയ്യാം എന്നുള്ള തരക്കേടില്ല എന്നുള്ള ഒരു ഉദ്ദേശം, ഒരു ഫാസിദായ നിയ്യത്ത് അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. ഈ സദ്ദു ദരിഅ എന്ന് പറഞ്ഞാൽ ഹറാമുകൾ വിലക്കുക എന്ന് പറഞ്ഞാൽ അത് ശറഉം അഖലും, ഹറാമിലേക്കുള്ള വസീലകൾ വിലക്കുക എന്നുള്ളത് ശറഉം മനുഷ്യന്റെ യുക്തിയും അഖലും യോജിച്ചിട്ടുള്ളൊരു മസലയാണ്, ഒരു നയമാണ്. എന്താണ് അഖല്? അതിനുള്ള തെളിവ് ശറഇൽ ഇഷ്ടം പോലെ തെളിവുണ്ട്. ഒരു ഹറാമുണ്ടെങ്കിൽ അതിന്റെ വസീലകളും ഹറാമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും അറിയപ്പെട്ട തെളിവ്. ഖുർആനിൽ അതിന് ഇഷ്ടം പോലെ തെളിവുകൾ. ഖുർആനിൽ 1ാമത്തെ തെളിവ് ആദം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല പറഞ്ഞ എന്താണ്? വലാ തഖറബാ ഹാദിഹി ഷജറത ഫതകൂന മിനൽ ളാലിമീൻ. ഈ മരത്തോട് നിങ്ങൾ അടുക്കരുതെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ മരത്തിലെ പഴം കഴിക്കുന്നതായിരുന്നു അല്ലാഹു ഹറാമാക്കിയത്. പക്ഷെ മരത്തിന്റെ അടുത്തേക്ക് പോകരുതെന്നാണ് പറഞ്ഞത്. കാരണം മരത്തിന്റെ അടുത്തേക്ക് പോവുക എന്നുള്ളത് ആ പഴം അഥവാ ദുർബല നിമിഷത്തിൽ ഞാൻ തിന്നാലും കുഴപ്പമില്ല എന്ന ഒരു നിയത്തുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ശറഇൽ എന്തുണ്ട്? തെളിവുണ്ട്, ഹറാമിന്റെ മാർഗങ്ങളും വിലക്കിയിട്ടുണ്ട് എന്നുള്ളതിന്. ഇനി അഖലിന്റെ അടിസ്ഥാനത്തിലും തെളിവുണ്ട്. നമ്മളെല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് വിട്ടു നിൽക്കും. ഇപ്പൊ സാധാരണ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എല്ലാ നിലയും കഴിഞ്ഞിട്ട് ടെറസിന്റെ മുകളിൽ ഒരു അരമതിലുണ്ടാക്കും. എന്തിനാ അത്രയും മെറ്റലും സിമെന്റൊക്കെ കളയുന്നത്? വലിയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ വലിയൊരു മതിലുണ്ടാവും. എന്തിനാണത് ചെയ്യുന്നത്? ആ
പിന്നെ ടെറസിന്റെ അറ്റം വരെ പോയിട്ട് അങ്ങോട്ട് താഴേക്ക് ചാടാതിരുന്നാ പോരെ? അറ്റം വരെ പോയി അവിടെ താഴേക്ക് കാലം നീട്ടിയിരിക്കുക, എന്നിട്ട് ചാടാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോന്നാൽ മതി. ചാടാതെ വരാൻ നമുക്ക് സാധിക്കും. പക്ഷെ അഥവാ ചാടിയാൽ എന്താ സംഭവിക്കുക? ആള് മരിച്ചു പോകും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ പണി എടുക്കും. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്, കാറിനൊക്കെ എന്തിനാ സീറ്റ് ബെൽറ്റ്? എന്തിനാ അത്രയും മെറ്റീരിയൽ വേസ്റ്റ് ആക്കുന്നത്? എത്ര കാറുകൾ ലോകത്തുണ്ട്. ഈ കാറിന്റെ ഒക്കെ സീറ്റ് ബെൽറ്റ് കൂട്ടിയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതെന്താ ചെയ്യുന്നത്? സാധാരണഗതിയിൽ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാൽ പോരെ? സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമില്ലല്ലോ, ആക്സിഡന്റ് ഇല്ലാതെ ഓടിച്ചാൽ പോരെ? പക്ഷെ ആക്സിഡന്റ് ഉണ്ടായാൽ അതാണ് സദ്ദരി, അത് ആക്സിഡന്റിനുള്ള ഒരു മാർഗ്ഗമാണ് ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പൊ മനുഷ്യൻ പേടിക്കുന്ന കാര്യം അതിന്റെ മാർഗ്ഗങ്ങൾ കൂടി തടയാന്നുള്ളത് അഖിലുള്ള മനുഷ്യന്മാരൊക്കെ ഏകോപിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒന്നാമത്തെ കായിദയിൽ നമുക്ക് കിട്ടുന്ന തഫ്രീആത്ത്, അതിന്റെ ശാഖകൾ. ഇനി അടുത്ത കായിദ, അടുത്ത വലിയ കായിദ, നമ്മൾ 5ൽപ്പെട്ട രണ്ടാമത്തേത് അൽ യഖീനു ലാ യസൂലു ബിശക്ക്. അൽ യഖീനു ലാ യസൂലു ബിശക്ക്. സംശയം കൊണ്ട് യഖീൻ ഇല്ലാതാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? യഖീൻ എന്ന് പറഞ്ഞാല് ഉറപ്പ്. ഉറപ്പുള്ള ഒരു കാര്യം സംശയത്തിന്റെ പേരിൽ ഒഴിവാക്കാൻ പാടില്ല. ഇതിന് ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ 5 കായിദയും ഇജ്മാ ഉള്ളതാണ്. ഈ കായിദയിൽ ഇജ്മാ ഉണ്ട് എന്നുള്ള കാര്യം ഇമാം ഖറാഫി അൽ ഫുറൂഖ് എന്ന കിതാബിൽ, അതുപോലെ ഇമാം ഇബ്നു ദഖീഖ് അൽ ഈദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഹ്കാമുൽ അഹ്കാം ഇതുപോലുള്ള കിതാബുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഒരു കാര്യം യഖീനാണെങ്കിൽ അത് പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ ഇല്ലാതാവില്ല. അപ്പൊ രണ്ടാൾക്കാർ തമ്മിൽ തർക്കം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഞാൻ നിനക്ക് 30 റിയാൽ തന്നു, അല്ലെങ്കിൽ 30,000 രൂപ തന്നു. വാങ്ങിയ ആൾ പറയുന്നത് 20,000 തന്നിട്ടുള്ളൂ, നീ എനിക്ക് 20,000 തന്നിട്ടുള്ളൂ. വേറെ തെളിവുകളൊന്നുമില്ല രണ്ടാളടുത്തും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ആ 20,000 എന്നുള്ളത് രണ്ടാൾ ഇത്തിഫാക്കായിട്ടുണ്ട്, അത് യഖീനാണ്. ബാക്കി 10 ശക്കാണ്. അപ്പൊ ആ ഷെക്കുള്ളത് എടുക്കൂല, യഖീനുള്ള 20,000 അതേ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ യഖീനായിട്ടുള്ള കാര്യം ഒരു ഷെക്കിന്റെ പേര് നമ്മൾ ഒഴിവാക്കുകയില്ല. ഇതിനുള്ള തെളിവ് എന്താണ്? ഈ കായിദക്കുള്ള തെളിവ് ഇഷ്ടംപോലെ തെളിവുണ്ട് ഖുർആനിലും ഹദീസിലും. ഒന്നാമത്തെ തെളിവ് സൂറത്തു അൻ-നജ്മിൽ അല്ലാഹു തആല പറയുന്നു, ഇൻ യത്തബിഊന ഇല്ല ദന്ന ഫഇന്ന ദന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅ. ദന്ന് കൊണ്ട് ഒരു കാര്യവുമില്ല, ദന്ന് കൊണ്ട് ഹക്കിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ലഫ്ള് വായിക്കുന്നില്ല, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. നമസ്കാരത്തിൽ വയറിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു ശബ്ദം, എന്തോ ഒരു അസ്വസ്ഥത തോന്നി, ഉളു മുറിഞ്ഞോ ഇല്ലേ എന്നൊരു സംശയം. അപ്പൊ ഒരു ദുർഗന്ധം അനുഭവിക്കുകയോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നത് വരെ നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല, നമസ്കാരം തുടരാം. അപ്പൊ കാരണം എന്താ? ഉളു എടുത്ത് ഞാൻ നിസ്കാരം തുടങ്ങി എന്നുള്ളത് യഖീനാണ്. പിന്നെ ഈ ഉളു മുറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഷക്കാണ്. അപ്പൊ ഷക്ക് വന്നതിന്റെ പേരിൽ യഖീനായ കാര്യം ഉപേക്ഷിക്കേണ്ടതില്ല. അതാണ് ദലീൽ. വേറെയും ദലീലുകളുണ്ട്, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു. ഇനി ഇതിന്റെ തഫ്രീഅ, ഒന്നാമത്തെ ശാഖ എന്ന് പറയുന്നത് അൽ അസ്ലു ഫിൽ അയാൻ അൽ ഹിൽ. അൽ അസ്ലു ഫിൽ അയാൻ, അയിൻ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. എല്ലാ വസ്തുക്കളിലും അസ്ൽ എന്ന് പറയുന്നത് അത് ഹലാലാണ് എന്നുള്ളതാണ്. ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും അതിന്റെ അടിസ്ഥാനം എന്താണ്? അതൊക്കെ നമുക്ക് ഹലാലാണ്, നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഹറാമാണ് എന്ന ഒരു തെളിവ് വരുന്നത് വരെ. കാരണം എന്താ? യഖീനായിട്ടുള്ള സംഗതി ആണ് അല്ലാഹു തആല നമുക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്, ഈ ഭൂമിയിലുള്ള വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഹലാലാണെന്നുള്ളതാണ് യഖീൻ. പിന്നെ ഇത് ഹറാമാണ് എന്നുള്ള ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നുള്ളത് ഷക്കാണ്. അപ്പൊ ആ ഷക്ക് മാറി വേറെ ഒരു യഖീൻ ഉണ്ടാകുന്നത് വരെ ഒരു വസ്തു നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. അപ്പൊ എല്ലാ വസ്തുക്കളും നമുക്ക് അനുവദനീയമാണ് എന്നതാണ് അസ്ല്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു തഫ്രീഅ, രണ്ടാമത്തെ ഒരു തഫ്രീഅ, അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അൽ അസ്ലു ഫിൽ മുആമലാത്ത് അൽ ഹിൽ. മുസ്ലിങ്ങൾ തമ്മിൽ നടക്കുന്ന മുആമലാത്ത്, ഇടപാടുകൾ, വിവാഹം, അതുപോലെ തന്നെ കച്ചവടം, ഇതൊക്കെ ഹലാലാണെന്നുള്ളതാണ് അസ്ല്. അതിനും ഹറാമാണ് എന്നുള്ളൊരു തെളിവ്, ഒരു
ആയത്തോ ഹദീസോ അല്ലെങ്കിൽ ഒരു രേഖ, ഇപ്പൊ ഇവർ രണ്ടുപേരും ഒലകടി ബന്ധത്തിലുള്ള സഹോദരന്മാരാണ്, ഭാര്യയും ഭർത്താവ് എന്നുള്ള രേഖ കിട്ടിയാൽ, സാക്ഷികൾ വന്നാൽ അപ്പോഴേ പ്രശ്നമുള്ളൂ. അതുവരെ മുസ്ലിമീങ്ങളുടെ ഒക്കെ വിവാഹബന്ധങ്ങളും കച്ചവട ഇടപാടുകളും ഒക്കെ ശരിയാണ് എന്നുള്ളതാണ് അസ്ല്. അത് തെറ്റാണ് എന്നുള്ളതിന്റെ ഒരു യഖീന് വരണം. ഈ കായിക നിഷേധിച്ചിട്ടുള്ള ആളുകളാണ് ലാഹിരിയാക്കൾ. അവർ പറയുന്നത് എല്ലാ ഇടപാടുകളും ബാത്തിലാണ്, എല്ലാ വിവാഹവും കച്ചവടം ഒക്കെ ബാത്തിലാണ്. തെളിവുണ്ടാവണം, ഇവർക്ക് ഇടപാട് സഹിഹാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്, എന്നാൽ മാത്രമേ ഈ ഇടപാടുകളൊക്കെ സഹിഹാവുകയുള്ളൂ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഏതായിരുന്നാലും ഇത് അഹ്ലുസുന്നത്തിനിടയിൽ തർക്കമില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ തഫ്രീഅ് അൽ അസ്ലു ഫിൽ ഇബാദാത്ത് അൽ മൻഅ. ഇബാദത്തുകളുടെ വിഷയത്തിൽ അടിസ്ഥാനം എന്താണ്? അത് ചെയ്യാൻ പാടില്ല എന്നാണ്, വിലക്കാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്കറിയാം, ഈ സാധാരണ നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാർ ചോദിക്കലുണ്ട്, നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന ആയത്തുണ്ടോ ഹദീസുണ്ടോ? എല്ലാ ഇബാദത്തുകളും റസൂൽ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് മുസ്ലിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതാരെങ്കിലും നിഷേധിച്ചാൽ അത് കുഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ഇബാദത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരാൾ വാദിച്ചാൽ, കാരണം അല്ലാഹു തആല ചോദിച്ചിട്ടുള്ളതാണ്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ മതനിയമങ്ങൾ ഉണ്ടാക്കാൻ വല്ല പങ്കുകാരും അവർക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള വഹി വരാതെ ഇബാദത്തൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരാളൊരു ഇബാദത്ത് കൊണ്ടുവന്ന് തരികയാണ്, നമുക്ക് പഠിപ്പിക്കുകയാണ്, ഇന്നൊരു നിസ്കാരം, ഇന്ന രൂപത്തിലൊരു സലാത്ത്, ഇന്ന രൂപത്തിലൊരു ദിക്ർ, ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാല് അസ്ൽ എന്താണ്? അത് മൻആണ്, അത് പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവ് കിട്ടുന്നത് വരെ അതെന്താണ്? നമുക്ക് ചെയ്യാൻ പാടില്ല. കാര്യത്തിൽ സംശയം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഉദാഹരണങ്ങൾ പറയാത്തത്? 4 കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഉദാഹരണം ഓരോ തഫ്രീഉം ഓരോ ശാഖകളും പറയുമ്പോൾ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ ഒന്നാമത്തെ ഖായിദ അൽ ഉമൂറു ബി മഖാസിദിഹ, ഓരോ കാര്യവും അതിന്റെ ലക്ഷ്യം പരിഗണിച്ചിട്ടാണ്, അതിന്റെ ലക്ഷ്യം അടിസ്ഥാനമാക്കിയാണ് പരിഗണിക്കപ്പെടുക. എന്നിട്ട് അതിന്റെ തഫ്രീ ആയിട്ട് നമ്മൾ പറഞ്ഞു, ഇബാദത്തുകൾ തമ്മിൽ വേർതിരിക്കുന്നു, നിയ്യത്ത്. അതിന്റെ ഉദാഹരണം, അതിന്റെ മിസാലാണ് എന്ത്? ഒരാൾ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ ഇബാദത്തും ആദത്തും തമ്മിൽ വേർതിരിക്കുന്നു, അതിന്റെ ഉദാഹരണമാണ് കുളിയുടെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. അതുപോലെ ഓരോന്നിന്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് അൽ യഖീൻ ലാ യസൂലു ബിശക്ക്, സംശയത്തിന്റെ പേരിൽ യഖീൻ നീങ്ങിപ്പോവുകയില്ല. അതിന്റെ ഓരോ ഉദാഹരണങ്ങളും പറഞ്ഞു, കുഫറാകുന്നതും ആകാത്തതും, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്തൊരു തഫ്രീഅ്, അതായത് യഖീനുള്ള കാര്യം ശക്കിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ മൂന്നാമത്തെ തഫ്രീഅ് അൽ അസ്ലു ഫിൽ കലാം അൽ ഹഖീഖ. ഒരു കലാം, ഒരു സംസാരം, അല്ലാഹും റസൂലും പറയുന്ന സംസാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹും റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹഖീഖത്തായിരിക്കും എന്നാണ് അസ്ല്. അത് മജാസാണ് അഥവാ ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറയാൻ പാടില്ല, പ്രത്യേകം തെളിവില്ലാതെ. കാരണം എന്താ? ഒരു മനുഷ്യനൊരു വാക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? അത് അയാൾ അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ ആലങ്കാരിക പ്രയോഗമാണ് എന്നുള്ളത് അത് ശക്കാണ്, അതാവാം ആവാതിരിക്കാം. അപ്പൊ അതാണ് എന്നുള്ളതിന് പ്രത്യേകം തെളിവ് വേണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ നമ്മോട് പറയാണ്, ഞാനൊരു സിംഹത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അയാള് സാധാരണഗതിയിൽ അറിയപ്പെട്ട 4 കാലുള്ള സിംഹം എന്ന് പറയുന്ന ഒരു ജീവിയെ കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. അയാളുടെ ഉദ്ദേശം ചിലപ്പോൾ എന്താകാം? നല്ല ധീരനായൊരു മനുഷ്യനെ, സിംഹത്തെ പോലെ ധൈര്യമുള്ള ഒരാളെയാണ് ഞാൻ കണ്ടത്, അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അത് അയാൾ വിശദീകരിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ട് അയാളുടെ ഉദ്ദേശം അതാണ് എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ എന്ത് മനസ്സിലാക്കണം? അയാൾ കണ്ടത് ശരിക്കുള്ള സിംഹത്തിന് തന്നെയാണ്. ഇത് പറയാൻ കാരണം, ചില ആളുകൾ എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അള്ളാഹുവിന്റെ സിഫത്തുകളായി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറഞ്ഞിട്ട് തള്ളും. അപ്പൊ അള്ളാഹു തആല അർശിന്റെ മുകളിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമ, അധികാരി, അതാണ് അതിന്റെ അർത്ഥം, അത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അധികാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം അംഗീകരിക്കപ്പെട്ട തത്വമാണെന്ത്? ഒരു വാക്ക് ഒരാൾ പറഞ്ഞാൽ അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥമാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത മറ്റൊരർത്ഥം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ തന്നെ പറയണം, ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഖണ്ഡിതമായ തെളിവുണ്ടാകണം. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, പള്ളിയിൽ ഒരു സിംഹം ഖുതുബ നടത്തുന്നത് ഞാൻ കേട്ടു എന്ന് പറയാം. അപ്പൊ എന്ത് മനസ്സിലാക്കാം? അത് ജീവനുള്ള സിംഹമല്ല, അല്ലെങ്കിൽ വന്യജീവിയായിട്ടുള്ള സിംഹമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഖത്തീബിന്റെ എന്താ പറയാ ആ ശൗര്യം അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? കാരണം പള്ളിയിൽ ഇങ്ങനെയുള്ള ഈ ജീവി വന്നിട്ട് വരൂല്ല,
ഖുത്ബയോട് നടത്തൂല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ അല്ലാഹു തആല അവന്റെ യദ് എന്ന് പറഞ്ഞാൽ അവന് യദ് ഇല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന് യദ് എന്നുള്ള യോജിച്ചതല്ല എന്ന് പറയാൻ നമ്മുടെ അടുത്ത് വല്ല തെളിവുണ്ടോ? ഇല്ല. നമ്മൾ സിംഹത്തിനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാ പറയുന്നത് ആ ജന്തു പള്ളിയിൽ ഉണ്ടാവാൻ പറ്റൂല, അത് സാധ്യമല്ല, അതിന് സംസാരിക്കാനുള്ള കഴിവില്ല, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിന്റെ യദ് നമ്മളാരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിലല്ലേ അത് അള്ളാഹ്ക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ യദ് എങ്ങനെ നമുക്കറിയില്ലല്ലോ. അപ്പോ അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ കാര്യമാകട്ടെ മറ്റെന്ത് വിഷയമാകട്ടെ, ഒരു വാക്ക് ഖുർആനിലോ ഹദീസിലോ ഉണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? നേർക്കുനേരെയുള്ള അർത്ഥമാണ്. അതാണ് യഖീൻ. ആലങ്കാരിക പ്രയോഗമാണോ അല്ലേ എന്നുള്ളത് ശക്കാണ്. അപ്പൊ ശക്കിന്റെ പേരിൽ യഖീനിനെ ഉപേക്ഷിക്കാൻ പാടില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടില് അതൊക്കെ അതിന്റെ ഉദാഹരണമാണ്. 4ാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എഴുതുന്നില്ല എന്നുള്ളൂ. ഇതിന്റെ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പറയാറുള്ള പിശാച് ബാധ നിഷേധിക്കുന്ന ആൾക്കാരെന്ത് പറയും? പലിശ വാങ്ങുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ ആയത്ത് അതാണ് പിശാച് ബാധ ഉണ്ട് എന്നുള്ളതിന്റെ നസ്സാണ്, വിശുദ്ധ ഖുർആനിലെ തെളിവാണ്. വല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധ ഏറ്റവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ അല്ലാതെ അവര് മഹ്ശറിൽ എഴുന്നേറ്റ് നിൽക്കുകയില്ല. അപ്പൊ പിശാച് ബാധ ഏറ്റ ആള് രണ്ടു കാലം നിൽക്കാൻ സാധിക്കില്ല, ലഹരി ബാധിച്ച പോലെ ആയിരിക്കും. അപ്പൊ പിശാച് ബാധ ഉണ്ട്, പിശാച് ബാധ ഏറ്റ ആൾക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കൂല എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവര് പറയും എന്ത്? അത് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് ആര് പറഞ്ഞു? അസ്ലെന്താണ്? ഒരാളൊരു വാക്ക് പറഞ്ഞാൽ അത് യഖീനാണ്, അത് ഹഖീഖത്താണ്, അതിന്റെ നേർക്കുനേരുള്ള അർത്ഥമാണ് അവൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അടിസ്ഥാനം. പിന്നെ ആലങ്കാരിക പ്രയോഗമാണെന്ന് അള്ളാഹ് തന്നെ പറയണം, അല്ലെങ്കിൽ റസൂൽ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ സഹാബത്ത് വിശദീകരിക്കണം. അതൊന്നും ഇല്ലതാനും. അപ്പൊ ഇത് അതിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി അടുത്ത ഖായിദ, 3ാമത്തെ ഖായിദ, അൽ മശഖ്ഖതു തജ്ലിബു തൈസീർ. അൽ മശഖ്ഖതു തജ്ലിബു അത്തൈസീർ. മശഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസം. അൽ മശഖ്ഖതു പ്രയാസം, തജ്ലിബു തജ്ലിബു എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നു. അത്തൈസീർ, തൈസീർ എന്ന് പറഞ്ഞാൽ എളുപ്പം, എളുപ്പത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞാല് കടുത്ത പ്രയാസമുള്ള ഒരു സാഹചര്യം ഉണ്ടായാല് ശറഅ എന്ത് ചെയ്യും? നമുക്ക് ഒരാശ്വാസം ചെയ്തു തരും. അവിടെ അത് നമുക്ക് തെളിവുകളും ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ വിശദമായി മനസ്സിലാകും. ഈ ഖായിദ മറ്റൊരു ഭാഷയിൽ ചിലപ്പോൾ ചില ഉലമാക്കൾ പറയാറുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇത് പറയാ, അദ്ദേഹത്തിന്റെ വാക്ക് അൽ അംറു ഇദാ ളാഖ ഇത്തസഅ. അൽ അംറു ഒരു കാര്യം, ഇദാ ളാഖ അത് ഞെരുക്കമായാൽ, ഇടുങ്ങിയാൽ, ഇത്തസഅ അവിടെ വിശാലമാകും എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഉപയോഗിച്ച വാക്ക്. അതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഇനി ആദ്യം നമുക്ക് ഇതിന്റെ ദലീലുകൾ നോക്കാം. ഒന്നാമത്തെ ദലീല് അല്ലാഹു തആല പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്ക് ഞെരുക്കം അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല, പ്രയാസം അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. കഴിവിന്റെ അപ്പുറം അല്ലാഹു ഒരു ആത്മാവിനെയും നിർബന്ധിക്കുകയില്ല. അതുപോലെ ഹദീസുകൾ നിരവധിയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഹദീസാണ്, സ്വല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക, ഫഇല്ലം തസ്തതി' ഫസല്ലി ഖായിദൻ, കഴിയില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക, ഫഇല്ലം തസ്തതി' ഫഅലാ ജംബ്, അതിനും കഴിയുന്നില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ പ്രയാസകരമായ കാര്യങ്ങൾ ദീന് എളുപ്പമാക്കി കൊടുക്കും. അത് ശരീഅത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് അൽ ഹനീഫിയത്തു സംഹ ആകുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുദ്ദീനി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദീൻ അൽ ഹനീഫിയത്തു സംഹ. എന്താണ് ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ? ശുദ്ധമായ തൗഹീദി ദീൻ, തൗഹീദിൽ അടിസ്ഥാനമാക്കിയ ദീൻ. അസ്സംഹ എളുപ്പമുള്ള ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം നമുക്കറിയാം 2 ഭാഗങ്ങളുണ്ട്, അഖീദയുണ്ട്, അഹ്കാമുണ്ട്. അഖീദ എന്താണ്? ഇസ്ലാമിന്റെ ഹനീഫിയത്താണ്. ഒരു തരത്തിലുള്ള ഷിർക്കിന്റെ അംശവുമില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാമിന്റേത്. എല്ലാ മനുഷ്യന്മാരും ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് ഷിർക്കിനേക്കാൾ നല്ലത് തൗഹീദാണെന്നുള്ളത്. ഈ ഷിർക്ക് ചെയ്യുന്ന പച്ച മുശ്രിക്കുകൾ തന്നെ പറയുന്നത് എന്താണ്? ഞങ്ങള് ബിംബത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്നും അല്ല സൃഷ്ടാവ് നമുക്കറിയാം. അപ്പൊ ഏകാഗ്രത ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ മുന്തിയ ആളുകൾക്ക്, ഏകാഗ്രതയുള്ള നല്ല മനസ്സുള്ള ആളുകൾക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ഇതെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഏകാഗ്രത ഇല്ലെങ്കിലും അത് പാടില്ല, അത് വേറെ വിഷയം. പക്ഷെ അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് ആത്മീയമായ ഉയർന്ന നിലവാരമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ പണിയല്ല ഷിർക്ക് എന്നുള്ള കാര്യം. ഷിർക്ക് ഒരു നല്ല കാര്യമാണെന്ന് ആരും പറയുന്നില്ല, ഒരു മുശ്രിക്ക് പോലും പറയുന്നില്ല. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഹനീഫിയത്താണ്, ഷിർക്കിന്റെ ഒരു അംശവുമില്ലാത്ത അഖീദ. അതുപോലെ തന്നെ അസ്സംഹ എളുപ്പമായ അഹ്കാമുകൾ.
അമലിന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ എളുപ്പവുമാണ് ഇസ്ലാം. അപ്പൊ ഇതൊക്കെ തെളിവാണ്. ശരീഅത്തില് മനുഷ്യന് താങ്ങാൻ പറ്റാത്തൊരു ഞെരുക്കം ഉണ്ടാവുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഇനി ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ മശക്കത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഞെരുക്കം, വളരെ വലിയ പ്രയാസം. താബ് എന്നുള്ള വാക്കല്ല. അറബിയിൽ താബ് എന്നൊരു വാക്കുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്താൽ ഉണ്ടാവുന്ന ഒരു ക്ഷീണം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് പല അമലുകളിലും താബ് ഉണ്ടാകും. അങ്ങനെ താബ് ഉണ്ടാകുമ്പോഴൊക്കെ തൈസീർ ഉണ്ടാക്കാം, നമുക്ക് എളുപ്പമാക്കി കൊടുക്കാം എന്ന് പറയുന്ന ചില ആളുകളുണ്ട്, പഴച്ചുപോയ ആളുകൾ. അവരുടെ വാദം വളരെ വലിയ അബദ്ധമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുന്നതൊക്കെ അവരെന്താക്കും, എളുപ്പമാക്കി കൊടുക്കും. എന്നിട്ട് ഈ കായത പറയും, അൽ മശഖത്തു തജ്ലിബു തൈസീർ. ഇസ്ലാമിൽ പ്രയാസമില്ല, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഹലാൽ, എല്ലാ ഫർളുകളും അവർ ഒഴിവാക്കി കൊടുക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ത്? ഹജ്ജ് എന്ന് പറയുന്ന സംഗതി. ഹജ്ജേ ഉണ്ടാവില്ല. കാരണം ഒരു താബില്ലാതെ ഹജ്ജ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും അറഫയിൽ പോയിട്ട് കുറച്ച് പ്രയാസം അയാൾക്ക് എന്തായാലും ഉണ്ടാകും. അപ്പോ ഇപ്പൊ അടുത്ത കാലത്താണ് AC വന്നത്. അല്ലെങ്കിൽ എല്ലാവരും വെയിൽ കൊള്ളൽ ഹജ്ജിന്റെ ഭാഗമാണ്. അതുപോലെ പല പ്രയാസങ്ങളുണ്ട്. സഫാ മർവന്റെ ഇടയിൽ ഉള്ള സായി, അതെന്തായാലും താബുണ്ടാകും. അപ്പോ താബല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മശക്കത്ത്, അതിന്റെയും അപ്പുറത്തുള്ള പ്രയാസമാണ്. ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അലാമുൽ മുവഖ്ഖഈൻ എന്നുള്ള കിതാബിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. താബും മശക്കത്തും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തേത്, ഇനി ഇസ്ലാം മശക്കത്ത് ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞ എന്താണ്, അത് സാധാരണ താബല്ല ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തേത് മറ്റൊരു അതിര് കവിച്ചിലുണ്ട്. ചില ആളുകൾ എന്ത് പറയും, നമ്മളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള പ്രവൃത്തി, അതിൽ മാത്രമേ ഉദറുള്ളൂ. അതും ശരിയല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്നുള്ള നമസ്കാരം, ഒരു രോഗിയാണ്, അയാൾക്ക് എങ്ങനെയെങ്കിലും വടി കുത്തിപ്പിടിച്ച് നിന്ന് നമസ്കരിക്കാൻ പറ്റും. അങ്ങനെ നമസ്കരിക്കണം എന്നില്ല. അയാൾക്ക് മശക്കത്തുണ്ട്, വലിയ പ്രയാസം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. അയാൾക്ക് കഷ്ടപ്പെട്ട് നിന്നിട്ട് അവസാനത്തെ നിസ്കാരമായിരിക്കും, ആ നിസ്കാരത്തോടുകൂടി അയാൾ മരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ അയാൾ നിസ്കരിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു മധ്യമമായ വസത്തായിട്ടുള്ള നിലപാട്? എത്രയായിരിക്കണം പ്രയാസം? അത് ഉലമാക്കൾ പറയുന്നത്, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, യഗ്ലിബു അല ദന്നി അന്നഹു യസ്തതിഉ അൻ യുസല്ലി ഖായിമൻ. നിന്ന് നമസ്കരിക്കാനൊക്കെ നമുക്ക് പറ്റും, പക്ഷേ സയകൂനു ഫീഹി അലമുൻ വ അദിയ്യ, നല്ല വേദന ഉണ്ടാകും, അതുപോലെ ഒരു പ്രയാസം അതുകൊണ്ടുണ്ടാകും. രോഗം ഉണ്ടെങ്കിൽ ആ രോഗം വർദ്ധിക്കും, അല്ലെങ്കിൽ രോഗം മാറാനുള്ള സമയം കൂടുതലെടുക്കും. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് മശക്കത്ത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു തംബീഹ്, ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഇത് പറയുമ്പോൾ പ്രയാസം ശരീഅത്ത് എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ വിപരീതമായിട്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്. കഷ്ടപ്പെട്ട് പ്രയാസം ഉണ്ടാക്കുന്നത്, അത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. പ്രയാസം ലക്ഷ്യം വെച്ച് ഒരാള് പ്രവർത്തിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന്, രോഗിയായിട്ടുള്ള ഒരാൾ, അയാൾ തണുത്ത വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാന്റെ മാർഗത്ത് ഞാൻ ത്യാഗം സഹിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് തണുത്ത വെള്ളം തന്നെ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത്, അത് പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ശരീഅത്തിന്റെ ഈ താല്പര്യത്തിനെതിരായിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. അത് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അതുപോലെ ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തണുപ്പ് കാലത്ത് തണുത്ത വെള്ളം കൊണ്ട് ഉളു എടുക്കുക, അപ്പൊ കുറച്ച് പ്രയാസം ഉണ്ട്, ആ പ്രയാസം ഞാൻ അനുഭവിക്കട്ടെ, ത്യാഗം സഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുപോലെ നാലാമത്തെ ഒരു തംബീഹ്, ഒരു ഉണർത്തൽ എന്താണ്, ശരീഅത്തിന്റെ എന്തെങ്കിലും ഒരു കൽപ്പനയിൽ ഒരു താബ് ഉണ്ടെങ്കിൽ, ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, അത് മനുഷ്യന് സാധ്യമായ പ്രയാസമായിരിക്കും. ഇപ്പൊ ഹജ്ജിലുള്ള പ്രയാസങ്ങൾ അത് മനുഷ്യ സാധ്യമാണ്. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു അമിതമായ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്. അത് നമ്മുടെ മടി കൊണ്ടോ അലസത കൊണ്ടോ അല്ലെങ്കിൽ നിഫാഖ് കൊണ്ടോ ആണ്, രോഗവും മറ്റു ഉദറുകളില്ലെങ്കിൽ. അതുകൊണ്ട് അത് നമ്മൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായ ഒരു താബ് മാത്രമേ ശരീഅത്തിന്റെ നിയമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ കായിദയിൽ നിന്ന് കിട്ടുന്ന തഫ്രീആത്ത്, ഇതിന്റെ ഉപ കായിദകൾ, ഇതിന്റെ ശാഖാപരമായ കായിദകൾ. ഒന്നാമത്തേത് വളരെ അറിയപ്പെട്ടൊരു കായിദയാണ്, ലാ വാജിബ മഅൽ അജ്സ്. ലാ വാജിബ മഅൽ അജ്സ്. പ്രയാസം ഉണ്ടെങ്കിൽ, അജ്സ് എന്ന് പറഞ്ഞാൽ അശക്തി, ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല, അങ്ങനെയുള്ള ഒരു സമയത്ത് ആ പ്രവൃത്തി അയാൾക്ക് വാജിബാവുകയില്ല. കാരണം മശക്കത്ത്, ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ വരെ ശരീരത്തെ എളുപ്പമാക്കി കൊടുക്കുമെങ്കിൽ, ഒരാൾക്കൊരു പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ എന്തായാലും ആ കാര്യം അയാൾക്ക് വാജിബാവുകയില്ല. ഇപ്പൊ നിന്ന് നമസ്കരിക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ല, അയാൾക്ക് സാധ്യമല്ല, അയാൾക്ക് എന്തില്ല, നിന്ന് നമസ്കരിക്കൽ വാജിബില്ല. അതുപോലെ വുളു ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുകയില്ല, വെള്ളം എന്നുള്ള സാധനം കിട്ടാനില്ല, അപ്പോ വുളു അയാൾക്ക് വാജിബല്ല. ഇതാണ് ഒന്നാമത്തെ തഫ്രീഅ്, ലാ വാജിബ മഅൽ അജ്സ്.
അലൈക്കും അസ്സലാം. ലാ വാജിബ മഅൽ അജ്സ്. നമുക്ക് നിർത്തണോ അതോ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയോ? ഒരു അരമണിക്കൂർ പിടിക്കും നിസ്കരിച്ചിട്ടിരിക്കുക. ഇതുകൂടി പറയാം. ലാ വാജിബ മഅൽ അജ്സ്. ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ അത് അയാൾക്ക് പിന്നെ വാജിബല്ല. അതും ഈ പറഞ്ഞതുപോലെ ശർഈയായ അജ്സായിരിക്കണം, അശക്തിയായിരിക്കണം. എനിക്ക് കഴിയില്ല എന്ന് ഉള്ളൊരു തോന്നലാവാൻ പാടില്ല. രണ്ടാമത്തെ ഖാഇദ, ഇതിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത്തെ ഖാഇദ, ലാ മുഹറമ മഅൽ ദറൂറ. ലാ മുഹറമ മഅൽ ദറൂറ. ദറൂറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിർബന്ധിതാവസ്ഥ. നിർബന്ധിതാവസ്ഥയിൽ ഹറാമില്ല, ആ കാര്യം പിന്നെ ഹറാമല്ല. മറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്, അജിസിന്റെ ഓപ്പോസിറ്റ്. അത് ചെയ്യൽ നിർബന്ധമാണ്. അജിസ് എന്ന് പറഞ്ഞാൽ കാര്യം ചെയ്യാൻ അയാൾക്ക് സാധിക്കുകയില്ല. ദറൂറത്ത് എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യം ചെയ്യൽ നിർബന്ധിതമായി പോയി. നമ്മൾ പറഞ്ഞു പന്നിമാംസത്തിന്റെ ഉദാഹരണം. അപ്പോ ഈ കായിക എന്താണ്? നമ്മുടെ 5 കായികകളിലെ മൂന്നാമത്തെ കായികയുടെ ഒരു മകനാണ് ഈ കായിക എന്ന് പറയുന്നത്. ഇത്രയും അറിയപ്പെട്ട, മുസ്ലിങ്ങൾക്കിടയിൽ ഇത്രയും അറിയപ്പെട്ട ഒരു കായികയാണ് എന്ത്? ദറൂറത്തു തുബിഹുൽ മഹ്ദൂറാത്ത്. ഹറാമ് ഹലാലാകും നിർബന്ധിത സാഹചര്യത്തിൽ. അത് യഥാർത്ഥത്തിൽ അൽ മശഖത്തു തജ്ലിബു തൈസീർ എന്ന് പറയുന്ന കായിക കുല്ലിയ, വലിയ കായിക, അതിന്റെ ഒരു ശാഖയാണത്. അതിനുള്ള തെളിവ് എന്താണ്? ധാരാളം തെളിവുകളുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മശഖത്തിന്റെ തെളിവുകൾ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അതുപോലെ തന്നെ അല്ലാഹു തആല വ്യക്തമായി എടുത്തു പറഞ്ഞു ഹറാമായ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോ, ഫമനൽ തുർറ ഗൈറ ബാഗിൻ വലാ ആദ്. ഒരാൾ അതിര് കവിയാതെ, അതുപോലെ വീണ്ടും ആവർത്തിക്കണം എന്നുള്ള ദുരുദ്ദേശമില്ലാതെ ഹറാമ് കഴിക്കുകയാണെങ്കിൽ അവന് കഴിക്കാം നിർബന്ധിത സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഇതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഗൈറ ബാഗിൻ വലാ ആദ്. 2 നിബന്ധനയുണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ ഹറാമ് ചെയ്യുമ്പോൾ. ഒന്നെന്താണ്? അവന് അത് ഉദ്ദേശിച്ചത് ആവാൻ പാടില്ല. അതായത് ഗൈറ ബാഗിൻ, ബാഗിൻ എന്ന് പറഞ്ഞാൽ ബഗ യബ്ഗി എന്നുള്ള അതിര് വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എത്രയാണോ നിർബന്ധിതാവസ്ഥയുള്ളത് അതിന് പാകത്തിലെ ഹറാം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോ വിശന്ന് മരിക്കാൻ പോവുകയാണെങ്കിൽ അല്പം പന്നിമാംസം കഴിച്ചിട്ട് ജീവൻ നിലനിർത്താം, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. വല ആദിൻ, ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാം എന്നുള്ള നെയ്യത്ത് വെക്കാൻ പാടില്ല. ഈ പന്നിമാംസം തിന്നുമ്പോ ഇതൊന്നുകൂടി തിന്നണം എന്നുള്ള നെയ്യത്ത് അപ്പൊ വെക്കാൻ പാടില്ല. ആദ്യമായിട്ട് അവസരം കിട്ടിയതാണ്, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നുകൂടി പിന്നെ നോക്കണം എന്നുള്ള നെയ്യത്ത് ഉണ്ടാവാൻ പാടില്ല. ഇനി 4ാമത്തെ തഫ്രീഅ്, നമ്മള് മൂന്നാമത്തേത് അൽ ഹാജത്തുൽ ആമ്മത്തു തുനസ്സലു മൻസിലത്ത ദറൂറ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അൽ ഹാജത്തുൽ ആമ്മ, ആമ്മായിട്ടുള്ള മുസ്ലിങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഹാജത്ത്. അതിനു മുമ്പ് 3 വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അതുപോലെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ആവശ്യങ്ങൾ 3 തരത്തിലായിരിക്കും. ഒന്ന് ദറൂറത്ത്, രണ്ടാമത്തേത് ഹാജത്ത്, മൂന്നാമത്തേത് കമാലിയാത്ത്. അല്ലെങ്കിൽ ചിലർ പറയും കമാലിയാത്ത് എന്നുള്ളതിന് പകരം തഹ്സീനിയാത്ത് എന്ന് പറയും. എന്താണ് ദറൂറിയാത്ത് എന്ന് പറഞ്ഞാല്? മനുഷ്യ ജീവിതം ആ പ്രവൃത്തിയില്ലാതെ, ആ കാര്യമില്ലാതെ സാധ്യമല്ല. ഉദാഹരണത്തിന് ഭക്ഷണം, അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷണം എന്നുള്ളത് ദറൂറിയാത്തിൽപ്പെട്ടതാണ്, മനുഷ്യ ജീവിതത്തിന് അനിവാര്യമാണ്. കുടിവെള്ളം മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ളതാണ്. ഹാജിയാത്ത് എന്ന് പറഞ്ഞാൽ ആ വക കാര്യങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ ജീവിതം പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാജത്തുകൾ. ഉദാഹരണത്തിന് ഒരു ജോലി ഉണ്ടാവുക എന്നുള്ളത് ഒരു ഹാജത്താണ്. തഹ്സീനിയാത്ത് അല്ലെങ്കിൽ കമാലിയാത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കവിഞ്ഞിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ, പക്ഷെ നമുക്കൊരു തടസ്സമില്ലാതെ ജീവിക്കാൻ പറ്റും അതില്ലെങ്കിലും. ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു മധുരം കഴിക്കുക എന്നുള്ളത് അത് തഹ്സീനിയാത്താണ്. ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ദറൂറത്താണ്. ഈ മധുരം എന്നുള്ളത് ഒരു കമാലിയാത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള വസ്ത്രമുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ കുറച്ച് ഭംഗി കൂട്ടാനുള്ള വസ്തുക്കൾ, സ്ത്രീകളെ മേക്കപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കമാലിയാത്തിൽപ്പെട്ടതാണ്, ആവശ്യം കഴിഞ്ഞിട്ടുള്ളതാണ്. ദറൂറത്തുമില്ല ഹാജത്തുമില്ല, കമാലിയാത്താണ്. അപ്പൊ ഈ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഇതില് ദറൂറത്തായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഹറാമാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ദറൂറത്തിന്റെ പരിധി ഉലമാക്കൾ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്.
പലരും പറഞ്ഞിട്ടുള്ള കൂടുതൽ പ്രശസ്തമായ നിർവചനം എന്താണ്? ഒരു ഹറാം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, അല്ലെങ്കിൽ മരണത്തോടടുക്കും എന്നുള്ള അവസ്ഥ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉലമാക്കൾ പറയുന്നത് ഹദ്ദുൻ ഇദാ ബലഗഹു അൽ മുകല്ലഫ്, മുകല്ലഫിന് എത്തുന്ന ഒരു അവസ്ഥയാണ് ഇദാ ലം യതനാവലിൽ ഹറാമ ഹലക ഔ ഖാറബ, അവിടെ വെച്ച് ഹറാം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നശിച്ചു പോകും, അല്ലെങ്കിൽ ആ നാശത്തിന്റെ അടുത്തെത്തും എന്നാണ് പല ഫുഖഹാക്കളും പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും വലിയൊരു മുസീബത്ത് വരും അത് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഹറാമുകൾ ചെയ്യാം. ഇനി ഹാജത്താണെങ്കിലോ, ഹാജത്തിന് വേണ്ടി നമുക്ക് ഹറാം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഹാജത്തിന് വേണ്ടി നമുക്ക് ഹറാം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ജോലി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അത്യാവശ്യം ആശ്വാസത്തോടെ ജീവിക്കാനുള്ള ഒരു ജോലി. അതില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജീവിക്കാം. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് വിറ്റിട്ടോ, അല്ലെങ്കിൽ ദറൂറത്തിന് അന്നന്നത്തെ ഭക്ഷണത്തിനുള്ളത്, ചിലപ്പോൾ നമ്മളെ അടുത്തുള്ള സമ്പാദ്യം എടുത്താൽ നമുക്ക് മരണം വരെ 3 നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ ഒരു ജോലി ഉണ്ടാവുക എന്നുള്ളത് ഒരു ഹാജത്താണ് നമുക്ക്. നമ്മുടെ വീട് വിറ്റാൽ നമുക്കൊക്കെ ചിലപ്പോൾ മരിക്കുന്നവരെ ജീവിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും. ദറൂറത്ത് അത്രയേ ഉള്ളൂ. പക്ഷെ ആ വീട് നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഹാജത്താണ്. അതുപോലെ തന്നെ ജോലി ഉണ്ടാവുക എന്നുള്ള ഹാജത്താണ്. അപ്പൊ ഈ ഹാജത്തിന് വേണ്ടി നമുക്ക് ഹറാമ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരാൾ വാടക വീട്ടിലാണ് താമസം, സ്വന്തമായിട്ട് വീടുണ്ടാവില്ല, ഹാജത്താണ്. പക്ഷെ ദറൂറത്തില്ല, നമുക്ക് കിടന്നുറങ്ങാൻ വാടക വീട്ടിൽ കിടക്കാം നമുക്ക്. പക്ഷെ നമുക്കറിയാം സ്വന്തമായിട്ട് വീടുണ്ടാക്കുന്നതിന് പല ഗുണങ്ങളുണ്ട്. ചില സമൂഹത്തിൽ സ്വന്തം വീട് എന്നുള്ളത് ഹാജത്താവൂല. നമ്മുടെ സമൂഹത്തിൽ സ്വന്തമായിട്ട് വീടുണ്ടാകുന്ന ഒരു ഹാജത്ത് തന്നെയാണ്. ഇപ്പോൾ ഫ്ളാറ്റുകളൊക്കെ അങ്ങനെ വാടകയ്ക്ക് എല്ലാവരും താമസിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ഫ്ളാറ്റുകൾ തന്നെയാണ് അവരുടെ ജീവിതം. എന്നാൽ നമ്മുടെ നാട്ടിൽ വാടക വീട്ടിലൊക്കെ അധികകാലം തുടർച്ചയായിട്ട് താമസിക്കൂല. ഇവിടെ സിറ്റി ആയതുകൊണ്ട് എനിക്കറിയില്ല. ഉൾനാടുകളൊക്കെ ആണെങ്കിൽ അവിടെ വാടക വീട്ടിലൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? സ്ഥിരമായിട്ടൊരു വാടക വീട്ടിൽ താമസിക്കാൻ സാധിക്കൂല. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. അപ്പൊ അവിടെ വീടിന് ആവശ്യമായിരിക്കും. പക്ഷെ ഈ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുമോ? പാടില്ല. കാരണം അത് ഹാജത്താണ്, ദറൂറത്തല്ല. അവൻ എങ്ങനെയെങ്കിലും ഒരു വർഷം ഒരു വീട്ടിൽ താമസിച്ച് അടുത്ത വർഷം വേറെ വീട്ടിൽ താമസിച്ചാലും അങ്ങനെ മാറി മാറി നടന്ന് കഷ്ടപ്പെട്ടാലും ശരി, അത് ഹറാമാണ്. എന്നാൽ ഹാജത്തുൻ ആമ്മ, എല്ലാ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന ഒരു ഹാജത്ത് ഉണ്ടായെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുസ്ലിങ്ങളിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിനെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു കണക്കില്ലാത്തത്രയും മുസ്ലിങ്ങൾക്ക് അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ അതിന് ദറൂറത്തിന്റെ സ്ഥാനം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഹറാമ് ചെയ്യൽ അനുവദിക്കും. ഉദാഹരണത്തിന്, അതിനു മുമ്പ് അതിന്റെ ദലീൽ നമുക്ക് പറയാം. എന്താണ് ദലീല്? ശരിയാത്ത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇജാറത്ത് എന്നുള്ളത്. കൂലിപ്പണിക്ക് ആളെ വെക്കുക എന്നുള്ളത്, അതിനാണ് ഇജാറത്ത് എന്ന് പറയാം. അതിനെന്താ തെളിവ്? കൂലിപ്പണിക്ക് ആളെ വെക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഇജ്മാ ആണ്. പിന്നെ ഖുർആൻ തന്നെ ആയത്തുണ്ട്, യാ അബതി ഇസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. മൂസ അലൈഹി ഇസ്ലാമിനെ വീട്ടിൽ കൂലിപ്പണിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോ കൂലിപ്പണിക്ക് നമ്മൾ ഒരാളെ വീട്ടിൽ വെക്കുമ്പോൾ അയാൾ എത്ര പണിയാണ് ഒരു ദിവസം ചെയ്യാൻ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഇപ്പൊ നമ്മൾ വീടുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു മതിൽ നമുക്ക് പണിയണം, വീടിന്റെ ചുറ്റുമുള്ള ഒരു മതിലുണ്ടാക്കണം. അപ്പൊ നല്ല ആരോഗ്യവും അതുപോലെ ഉത്സാഹമുള്ള ഒരു പണിക്കാരനാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പണി തീർക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവൻ തീർക്കുന്ന ഒരു അളവുണ്ടാകും. മടിയനാണെങ്കിൽ അവൻ അതിന്റെ പകുതിയായിരിക്കും. അപ്പൊ എത്രയാണ് എന്നറിയാതെയാണ് നമ്മൾ ശരിക്കും അവനെ ഇത്ര മീറ്റർ പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ കൂലി കൊടുക്കാറുള്ളത്. ഒരു ദിവസത്തെ കൂലിയിലേ കൊടുക്കുക. ആരും അതിന്റെ പണിയുടെ ഒരു അളവ് പറഞ്ഞിട്ടല്ല കൂലി കൊടുക്കാറുള്ളത് കൂലിക്ക് ആളെ വെക്കുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ കച്ചവടത്തിൽ സാധാരണ ഇസ്ലാമിലുള്ള നിയമമാണ്, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ എന്താണ് സാധനം, അതുപോലെ എത്രയാണ് വില എന്നുള്ളത് വ്യക്തമായിരിക്കണം. അവ്യക്തമായിട്ട് ഒരു പിടി എന്തെങ്കിലും സാധനം വാരിയിട്ട് വിൽക്കാൻ നമുക്ക് പറ്റൂല. എത്രയാണ് ഇതിന്റെ എണ്ണം അല്ലെങ്കിൽ വെയിറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അതിനെ ക്ലിപ്തപ്പെടുത്തണം, വ്യക്തമാക്കണം, എന്നിട്ടേ വിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ കൂലിപ്പണിക്കാരന്റെ പണി കൃത്യമാക്കുന്നില്ലല്ലോ, അവൻ എത്ര അധ്വാനിക്കുന്നുള്ളത് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ശരീഅത്ത് അത് അനുവദിച്ചത്? അത് പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും പ്രയാസപ്പെടും. കൂലിപ്പണിക്ക് വീട്ടിലൊരാളെ വിളിക്കുക, അതുപോലെ കൂലിപ്പണിക്ക് പോവുക എന്നുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വലിയ ശതമാനം ആളുകൾക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ആവശ്യമായിരിക്കും. ആ പ്രയാസം പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഇത് ശരീഅത്ത് അനുവദിച്ചത്. അതുപോലെ തന്നെ ജുആലത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ജുആലത്ത് എന്ന് പറഞ്ഞാൽ? ജുആലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പണി നമുക്ക് ചെയ്തു കിട്ടണം. ആ പണിക്ക് എത്ര അധ്വാനം വേണ്ടി വരുമെന്ന് യാതൊരു രൂപവുമില്ല, എന്നാലും നമുക്ക് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഉദാഹരണത്തിന്, നമ്മളൊരു താക്കോൽ, ഒരു കീ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പറയാണ്, ആ താക്കോൽ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾക്ക് ഞാൻ 10,000 രൂപ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു.
ചിലപ്പോൾ ആ താക്കോൽ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടും, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടുള്ളൂ. അപ്പൊ എത്ര അധ്വാനം അതിന് വേണ്ടിവരും എന്നുള്ള ഒരു രൂപമില്ല. ശരീഅത്ത് നിയമപ്രകാരം, കച്ചവടത്തിലെ നിയമപ്രകാരം ഇങ്ങനെ ഒരു ഇടപാട് പാടില്ല ശരിക്കും അസ്ല്. കാരണം വ്യക്തതല്ല, എത്ര ദിവസത്തെ അധ്വാനം എന്ന് വ്യക്തതയില്ല. പക്ഷെ എന്തുകൊണ്ട് ഇസ്ലാം ഇത് അനുവദിച്ചു? പല സന്ദർഭത്തിൽ നമുക്കിത് വേണ്ടിവരും, ഇങ്ങനെ കളഞ്ഞു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും, ജ്വാലത്ത് നമുക്ക് നടപ്പിലാക്കേണ്ടി വരും. അതുകൊണ്ട് ഇസ്ലാം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഇജാറത്തും ജ്വാലത്തും, കൂലിപ്പണിയും അതുപോലെ ഈ റിവാർഡ് എന്ന് പറയുന്ന സമയത്ത്, ഇതിന് റിവാർഡ് എന്നാ പറയാം, ഒരു പണി ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് ചെയ്തു തീർത്താൽ ഇത്ര പ്രതിഫലം എന്ന് പറയുന്ന കാര്യം, ഈ സംഗതികൾ അനുവദിച്ചതാണ് ഇതിനുള്ള തെളിവ്. അതായത് എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ ഒരു ഹാജത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർക്ക് ഹറാമായ കാര്യങ്ങളിൽ ഇളവുണ്ടാകും. അതിൽപ്പെട്ടതാണ് ഇന്നത്തെ കാലത്തുള്ള ഒരു ഉദാഹരണമാണ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത്. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്ന അസ്ൽ എന്താണ്? ഹറാമാണ്. കാരണം പലിശയാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നമ്മളെ പണം അവരെന്താണ് ചെയ്യുന്നത്? അവരെ പലിശ കച്ചവടത്തിന് ഉപയോഗിക്കുകയാണ്. അവരുടെ ഹറാമായ ബിസിനസ്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ബാങ്കിലെ ആളുകൾ. പല ബാങ്കുകളും പലിശ മാത്രമാവില്ല, അതിലും വലിയ ഹറാമായ നിക്ഷേപങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകും നമ്മളെ പൈസ കൊണ്ട്. ശുദ്ധമായ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, പലിശയും അതിന്റെ പുറമെ ചിലപ്പോൾ കള്ള് കച്ചവടമോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ബാങ്കുകളുണ്ട്. എന്നിട്ടും നമ്മൾ ആ ബാങ്കിലൊക്കെ അക്കൗണ്ട് തുടങ്ങാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ കായികയുടെ അടിസ്ഥാനത്തിലാണ്. അൽ ഹാജത്തുൽ ആമ്മ, എല്ലാ മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾക്ക് ആവശ്യമായി വരുന്നുണ്ട്. പൈസയും പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ ഇന്ന് പല സ്ഥലങ്ങളും സാലറി വരുന്നത് അക്കൗണ്ടിലേക്കാണ്. അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ്, അതുപോലെ ATM കാർഡ്, ഇത് ഇങ്ങനെയുള്ള പല മസ്ലഹത്തുകളുണ്ട്. പല തരത്തിൽ എന്ത് ചെയ്യും, ഈ ബാങ്ക് എന്നുള്ളത് മുസ്ലിം സമുദായത്തിന്റെ നല്ലൊരു ശതമാനം ആളുകളെ ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അസ്ല് ബാങ്ക് പോലെ ഹറാമാണ്. ലഅനല്ലാഹു ആകില റിബ വമൂകിലഹു വകാതിബഹു വഹുമാ ഫിൽ ഇസ്മി സവാ. നബി പറയാണ്, പലിശ വാങ്ങുന്നവനെ, കൊടുക്കുന്നവനെ, അതിന് സാക്ഷി നിൽക്കുന്നവരെ ഇവരൊക്കെ ശപിച്ചിരിക്കുന്നു, അവരൊക്കെ പാപത്തിൽ തുല്യ പങ്കാളികളാണെന്ന് പറയും. അപ്പൊ പലിശ തീറ്റിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതോടുകൂടി നമ്മളെ പണം കൊണ്ട് പലിശ കച്ചവടം ചെയ്ത് അത് തിന്നാൻ അവർക്ക് അവസരം കിട്ടുകയാണ്. അത് യഥാർത്ഥത്തിൽ ഹറാമാണ്. ഇങ്ങനെ ഒരു ഹാജത്ത് ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഇത് ഹലാലാവാനുള്ള, ജായിസ് ആവാനുള്ള കാരണം ഇതാണ്. അതുപോലെ തന്നെ ചില ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിദേശ രാജ്യത്ത് ഗൾഫിലൊക്കെ പോയിട്ട് അവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അസ്ല് ഹറാമാണ്, പാടില്ല. കാരണം എത്രയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്കറിയില്ല. ഒരാൾ ഇൻഷുറൻസിൽ ചേർന്നാൽ മാസത്തിൽ അയാൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു ചെറിയ സംഖ്യയാണ് അടക്കുന്നത്. എന്നിട്ട് അപകടം ഉണ്ടായാലും എന്ത് ചെയ്യും, വലിയൊരു സംഖ്യ തിരിച്ചു കിട്ടും. ആ അപകടത്തിന് വേണ്ട ചെലവ് അയാൾക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ഇത് ഇസ്ലാമിൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഇത് ചൂതാട്ടാണ്. എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് അറിയാത്ത ഒരു ഇടപാടാണ്. അത് ഇസ്ലാമിൽ പാടില്ല. പക്ഷേ പല ഉലമാക്കളും ഇത് അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഗൾഫിലൊക്കെ പോയ ആളുകൾ, അവർക്കൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ, ഈ ചെറുകിട ജോലികളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അവന്റെ ചിലപ്പോൾ ഒരു വർഷത്തെ സാലറി ചെലവാകും ഈ ഒരു അപകടത്തിന്. അവിടെ ഹോസ്പിറ്റലിൽ അത്ര ചെലവാണ്. അങ്ങനെ സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ഒരു വർഗത്തിന് എല്ലാവർക്കും ഇത് അനുവദിക്കല്ല. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് മൊത്തം ജായിസ് എന്നല്ല പറയുന്നത്. ഇങ്ങനെ തന്റെ ശമ്പളം കൊണ്ട് ഒരു ചെറിയ അപകടം ഉണ്ടായാൽ അത് മൊത്തം നശിച്ചു പോകുന്ന അവസ്ഥയുള്ള പണിക്കാർക്ക്, അങ്ങനെയുള്ള താഴെക്കിടയിലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ഇതാവാമെന്ന് പല ഉലമാക്കളും അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത പിന്നെ കുറച്ച് വിശദീകരിക്കാനുണ്ട്, നമുക്ക് നമസ്കാരത്തിന് ശേഷം പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്.